السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وإيمانا كاملا، ورب تمن بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, അതുപോലെ കേരളയുടെ ഭാരവാഹികൾ, നമ്മുടെ പരീക്ഷയുടെ അടുത്ത അവസരങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബലാഗയുടെ കുറച്ച് ഭാഗങ്ങൾ ചർച്ച ചെയ്ത് പോയി. ബാക്കി കുറെ ഭാഗങ്ങൾ അവിടെ ബാക്കിയുണ്ട്. പക്ഷേ ഇനി ആ ഭാഗങ്ങളൊക്കെ ചർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളിതുവരെ പറഞ്ഞതും കേട്ടതൊക്കെ കൺഫ്യൂസ്ഡ് ആവുന്നുള്ളതാണ്. പ്രത്യേകിച്ച് മജാസും അതുപോലെ കിനായത്തും ഒക്കെ തുടങ്ങി പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തായിത്തീരും, ഒരുമാതിരി ഒരു തലകറങ്ങലൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. തശ്ബീഹ് കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈസിയായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എക്സാമിന് പലപ്പോഴും വന്നിട്ടില്ല ഇൽമുൽ ബദീഅ ചർച്ച ചെയ്യാമെന്നാണ് കരുതുന്നത്. വളരെ കുറഞ്ഞ ഇതിനുള്ളിൽ നമുക്ക് തീർക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും തിരക്കുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഞായറാഴ്ചയാണ്, നിങ്ങൾക്ക് അവധിയുള്ള ഒരു ദിവസം കൂടിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അതാണ് ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, ഒന്ന് ആൻസർ പറയണേ. العلم الذي بحثوا في تحسين الكلام اللفظي والمعنوي عرف العلماء هكذا: علم العروض، علم البديع، علم البيان، علم المعاني. യാ നമ്മള് പലതവണ പറഞ്ഞതാണല്ലേ. ഇൽമുൽ ബദിയാണ്, ഇൽമുൽ ബദിയാണ്. നെക്സ്റ്റ് تأمل في الشعر الآتي: بيض الصفائح لا سود الصحائف في متونهن جلاء الشك والديد. فالجناس غير تام للاختلاف بين لفظتي الصفائح والصحائف. എന്താണ് ഇതിന്റെ ചോദ്യം? ترتيب الحروف عليه، ترتيب الحروف. الجناس هو تضمين القرآن أو الشعر شيئا من القرآن والحديث، اتفاق كلمتين في النطق مع اختلافهما في معنى، توافق الفاصلتين في حرف الأخير، ذوي المعاني الكثير بألفاظ كثيرة. اتفاق كلمتين في النطق مع اختلافهما في المعنى. الخيل معقود بنواصيها الخيل. ما هو أسلوب البديع المستخدم في هذا الحديث النبوي؟ തൗരിയ, സജാ, കിബാത്ത്, ജിനാസ്. ഇതൊക്കെ വിവിധ എക്സാമ്പിളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഞാൻ സ്വന്തമായി ക്രിയേറ്റ് ചെയ്തതല്ല. ഓക്കെ, ജിനാസ അല്ലെ, ജിനാസ. അടുത്ത വരുന്നത് يتشابه اللفظان في نوع الحروف وعددها وشكلها وترتيبها ويختلفان في المعنى. പിന്നൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ വരുന്ന എക്സാമല്ല, അടുത്ത എക്സാം നമുക്ക് ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നിരന്തരം ക്വസ്റ്റ്യൻ ചെയ്ത് പരിചയപ്പെടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സഹായിക്കോട്ടോ. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ജിനാസ് താമാണ്, ജിനാസ് താമാണ് അല്ലേ ആൻസർ. ഓക്കെ, നമ്മൾ ഇൽമുൽ ബലാഗയാണ് ചർച്ച ചെയ്തത്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദീ. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞ ഒരേ കാര്യം വ്യത്യസ്തമായി അവതരിപ്പിക്കുക. ഇൽമുൽ മആനി സന്ദർഭത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇൽമുൽ ബദീ ആ ഒരു വ്യത്യസ്തമായി സന്ദർഭത്തോട് യോജിച്ച് പറയുന്ന കാര്യത്തെ ഏറ്റവും ഭംഗിയാക്കുകയാണ് ഇൽമുൽ ബദീ എന്താവുന്നത് ചെയ്യുന്നത് അല്ലെ. ഇൽമുൽ ബയാൻ എന്നാണ് ഉസൂലൻ വഖവായിദുൻ യുഅറഫു ബിഹാ ഇറാദുൽ മാന ബിതുറഖിൻ മുതഅദ്ദിദ. വ്യത്യസ്തമായ രീതിയിൽ ആശയത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതെന്താണ്? സന്ദർഭത്തോട് കലാമു ബിഹാ മുഖ്തദൽ ഹാലിനോട്, സന്ദർഭത്തോട് യോജിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കാനാണ് ഇൽമുൽ മആനി ചെയ്യുന്നത്. ഇൽമുൽ ബദീ എന്താണ്? ആ ഒരു കലാമിന് ഏറ്റവും ഭംഗിയാക്കുക. വുജൂഹു തഹ്സീനുൽ കലാം ബിൽ ഹുസ്നാത്തിൽ ലഫ്ളിയ വൽ മഅനവിയ. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഇൽമുൽ ബദീ ആണ്. ഓക്കെ, അപ്പോൾ ഇൽമുൽ ബദീ അവ്വൽ മൻ തകല്ലമ ഫി ഇൽമുൽ ബദീ ആരാണ്? അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുഅ്തസ് ആണ് ആദ്യമായി ഇൽമുൽ ബദീനെ കുറിച്ച് സംസാരിച്ച വ്യക്തിത്വം. അദ്ദേഹം ജനിക്കുന്നത് വുലിദ ഫി ബഗ്ദാദ്, വിഖ്യാതമായ ബഗ്ദാദ് പട്ടണത്തിലാണ്. ഫി ബൈത്തുൽ മുൽക്ക് അല്ലെ, രാജ കുടുംബത്തിലാണ് ജനിക്കുന്നത്.
കുഞ്ഞിയത്ത് അബുൽ അബ്ബാസ്. അബുൽ അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിയത്ത്. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ മുഅ്തസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യുസമ്മ ഖലീഫത്ത് യൗമിൻ വലൈല. ഖലീഫത്ത് യൗമിൻ വലൈല എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടാറുണ്ട്. കാരണം അധികാരം ഏറ്റെടുത്ത് ഒരു രാത്രിയും ഒരു പകലും മാത്രമേ അദ്ദേഹത്തിന് അവിടെ എന്തായിരുന്നു തുടരാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് മുഖ്തദിർ അബ്ബാസിയ രാഷ്ട്രീയത്തിൽ അധികാരം ഉടമ്പലി ശക്തമായി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളതാണ്. അങ്ങനെ മുഖ്തദിർ ബില്ലയുടെ സൈന്യം ഹിജ്റ 296 അദ്ദേഹത്തെ എന്തായി വകപ്പെടുത്തുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഖലീഫത്ത് യൗമിൻ വലൈല എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ രചനകളാണ് കിതാബുൽ ബദിയ, കിതാബു തബഖാത്തു ശുഅറാ, കിതാബു അശ്ആറുൽ മുലൂക്ക്. തബഖാത്തു ഫുഹൂൽ ശുഅറാ ഇബ്നു സലാം അൽ ജുംഹിയാണ്. അതിനെ തബഖാത്തു ശുഅറാ എന്നും പറയാറുണ്ട്. അതും ഇങ്ങനെ മാറിപ്പോരുത്, കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. തബഖാത്തു ശുഅറാ ഇബ്നുൽ മുഅ്തസിന് ഉണ്ട്. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യണേ. കിതാബ് അശ്ആറുൽ മുലൂക്ക്, കിതാബുൽ ജവാരിഹ് വസ്സയ്യിദ്, കിതാബു സുഹ്ർ വദ്ദിയാം, ഫുസൂൽ തമാസീൽ, അൽ ജാമിഉ ഫിൽ ഗനാഇം. ഇതൊക്കെയാണ് ഓർക്കാനുള്ളത്. ഇപ്പൊ കിതാബുൽ ബദിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിതാബുൽ ബദിയ എന്നുള്ളത് ഓർക്കുക. മുഅ്തസ് അബുൽ അബ്ബാസ് എന്നാണ് കുഞ്ഞിയത്ത്. ഖലീഫത്ത് യൗമിൻ വലൈല എന്ന പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാന രചനയാണ് കിതാബുൽ ബദിയ എന്ന് പറയുന്നത്. മറ്റ് പുസ്തകങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇൽമുൽ ബദിയനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞത്. ഇൽമുൽ ബദിയ എന്ന് പറഞ്ഞാൽ ഇൽമുൻ യുബ്ഹസു ഫി, ഇൽമുൻ ഒരു ജ്ഞാന ശാഖയാണ്. യുബ്ഹസു ഫിഹി, അതിൽ ചർച്ച ചെയ്യുന്നു അൻ വുജൂഹി തഹ്സീനുൽ കലാം, കലാമിനെ ഭംഗിയാക്കുന്നതിന്റെ മാർഗങ്ങളെ സംബന്ധിച്ച്. എങ്ങനെ? ബിൽ മുഹ്സനാത്തുൽ ലഫ്ലിയ വൽ മഅനവിയ, ലഫ്ലിയായതും മഅനവിയവുമായ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇൽമുൽ ബദീ. രണ്ടായി തരംതിരിക്കാം. ഒന്ന് മുഹ്സനാത്തുൽ ലഫ്ലിയ, മറ്റൊന്ന് മുഹ്സനാത്തുൽ മഅനവിയ എന്നിങ്ങനെ. മുഹ്സനാത്തുൽ ലഫ്ലിയ വൽ മുഹ്സനാത്തുൽ മഅനവിയ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. ഇതിന് തന്നെ മറ്റൊരു പേരും പറയാറുണ്ട്. അൽ ജമാലുൽ ലഫ്ലി എന്നും പറയാറുണ്ട്, അൽ ജമാലുൽ മഅനവി എന്നും പറയാറുണ്ട്. ഓക്കെ, അൽ ജമാലുൽ ലഫ്ലി എന്ന് പറഞ്ഞാൽ മുഹ്സനാത്തുൽ ലഫ്ലിയ, അൽ ജമാലുൽ മുഹ്സനാത്തുൽ മഅനവിയക്ക് അൽ ജമാലുൽ മഅനവി എന്ന പേരും പറയാറുണ്ട്. അതും മനസ്സിലാക്കി വെക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഇഖ്തർ ഗൈറൽ മുതജാനിസ് മിനൽ മജ്മുഅ, ഇഖ്തിബാസ്, മുഖാബല, തശ്ബീഹ്, ജിനാസ്. തശ്ബീഹ് ആണല്ലേ. മറ്റു മൂന്നും ഏതിനത്തിൽപ്പെടുന്നതാണ്? ഇഖ്തിബാസും മുഖാബല ജിനാസും ഏതിൽപ്പെടുന്ന? ബദിയയിൽ വരുന്നതാണ്. ഓക്കെ, ബദിയ നമ്മൾ രണ്ടായി തരംതിരിച്ചു. മാനവിയ, ലഫ്ലിയ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു. അതിൽ ഏതിലാണ് ഇതൊക്കെ വരിക? കൊന്നിലാണോ? അല്ല, മുഹ്സനാത്തുൽ ലഫ്ലിയയിലാണ് വരുന്നത് അല്ലേ? മുഖാബല മാനവി. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ യെസ്, ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുഹ്സനാത്തുൽ ലഫ്ലിയയിൽ വരുന്നത് ജിനാസ്, ഇഖ്തിബാസ്, സജഅ്, റദ്ദുൽ അജ്സ് അല സ്വദർ. ഏതെങ്കിലും ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഒന്നുകിൽ മാനവി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ലഫ്ലിയ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായിരിക്കും? മറ്റേ ഇതിൽ വരുന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അൽ മുഹ്സനാത്തുൽ ലഫ്ലിയ എന്ന് പറഞ്ഞാൽ ജിനാസ്, ഇഖ്തിബാസ്, സജഅ്, റദ്ദുൽ അജ്സ് അല സ്വദർ. ജിനാസ്, ഇഖ്തിബാസ്, സജഅ്, റദ്ദുൽ അജ്സ് അല സ്വദർ എന്നുള്ളതാണ്. ഓക്കെ, ജിനാസ്, ഇഖ്തിബാസ്, സജഅ്, റദ്ദുൽ അജ്സ് അല സ്വദർ എന്നിങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആദ്യമായി നമ്മൾ ജിനാസിനാണ് ചർച്ച ചെയ്യുന്നത്. ജിനാസ് എന്ന് പറയുന്നത് ഏറെക്കുറെ നിങ്ങൾക്ക് എന്നെക്കാൾ മനോഹരമായി ഇത് അറിയുന്നവരാണ്. ജസ്റ്റ് പറഞ്ഞു പോവാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്നെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവരെ പരിഗണിച്ചിട്ട് വിശദമായി പറയുന്നത് മാത്രം. ഓക്കെ, അൽ ജിനാസ്. ജിനാസ് എന്ന് പറഞ്ഞാൽ മൊഴിയുമ്പോൾ ഒരേപോലെ തോന്നിക്കുകയും അർത്ഥത്തിൽ വ്യത്യാസമുള്ള പദങ്ങളുമാണ് എന്ത് പറയാ? ജിനാസ് എന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് വണ്ണ് ചോദിച്ചു റദ്ദുൽ അജ്സ് അല സ്വദർ ആയിരിക്കും. ലഫ്ലാനി, രണ്ട് ലഫ്ലുകൾ സാദൃശ്യം ഉണ്ടാവുക, ഫിന്നുത്തഖി, മൊഴിയുന്നതിൽ, പറയുന്നതിൽ. എന്നാൽ വഖ്തലിഫാഫിൽമാന, അർത്ഥത്തിൽ എന്താവുക? വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് രണ്ട് രൂപത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അത്
രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ജിനാസ് താമുണ്ട്, ജിനാസ് ഗൈറു താമുണ്ട്. അത് ജിനാസിന്റെ ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. വയൗമ തഖൂമു സ്സാഅതു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅത്തി. വയൗമ തഖൂമു സ്സാഅ. ഇവിടെ രണ്ട് സ്ഥലത്ത് സാഅത്ത് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഒരേപോലെയാണ് അല്ലെ. സാഅത്ത് സാഅത്ത് തന്നെയാണ് ഉപയോഗിച്ചത്, പക്ഷെ അർത്ഥത്തിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. വയൗമ തഖൂമു സ്സാഅ. അസ്സാഅ യഅനി യൗമുൽ ഖിയാമ. ഖുർആൻ അസ്സാഅ എന്ന് പലയിടത്ത് ഉപയോഗിച്ചതിന്റെ അർത്ഥത്തിലാണ് യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ എന്ന അർത്ഥത്തിൽ കൂടിയാണ്. ഓക്കെ. വയൗമ തഖൂമു സ്സാഅ, അന്ന് ഖിയാമത്ത് നാളിൽ യുഖ്സിമുൽ മുജ്രിമൂന, തെറ്റ് ചെയ്ത ആളുകൾ എന്താവും, അവർക്കിങ്ങനെ സ്ക്രീൻ ഓക്കെ ആണല്ലോ, നിങ്ങളൊന്ന് റീജോയിൻ ചെയ്തോ കേട്ടോ. യുഖ്സിമുൽ മുജ്രിമൂന, തെറ്റ് ചെയ്ത ആളുകൾക്ക് അവരുടെ തിന്മകളൊക്കെ എന്തായിത്തീരും, ഇങ്ങനെ വിഭജിച്ച് നൽകപ്പെടും. മാ ലബിസു ഗൈറ സാഅ, അവരെന്തായിട്ടില്ല. അവിടെ സാഅ എന്ന് പറഞ്ഞാൽ വഖ്തുൻ മുഅയ്യൻ, നിർണീതമായ സമയം എന്നേ ഉള്ളൂ. ഗൈറ സാഅ എന്ന് പറഞ്ഞാൽ ഇവിടെ വഖ്തുൻ മുഅയ്യൻ, അവർ കുറഞ്ഞ കാലം, കുറഞ്ഞ സമയം മാത്രമേ എന്നുള്ള ഉദ്ദേശം. അസ്സാഅ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സമയം എന്താണ്, യൗമുൽ ഖിയാമ എന്നാണ് ഉദ്ദേശം. അപ്പൊ നോക്കൂ, ഒരേ പദം മൊഴിയുമ്പോൾ ഒരേപോലെയാണ്, എന്നാൽ അർത്ഥത്തിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ഇതാണ് ജിനാസ് എന്ന് പറയുന്നത്. അതിന് ജിനാസ് രണ്ട് വിധമുണ്ട്. ജിനാസ് താം ഉണ്ട്, ഗൈറ താം ഉണ്ട്. ജിനാസ് താം എന്ന് പറഞ്ഞാൽ ബഹുവ മത്തഫഖ ഫീഹിൽ ലഫ്ളാനി ഫീ ഉമൂരിൻ അർബഅ. നമ്മൾ ഒരേപോലെ എന്ന് തോന്നിക്കുന്ന പദം എന്ന് പറഞ്ഞു, ആ പദങ്ങളിൽ 4 കാര്യങ്ങൾ യോജിച്ചു വരിക എന്നുള്ളതാണ്. ബഹു അത് മത്തഫഖ ഫീഹിൽ ലഫ്ളാനി, രണ്ട് ലഫ്ളുകൾ തമ്മിൽ യോജിക്കുക, ഫീ ഉമൂരിൻ അർബഅ, 4 കാര്യങ്ങളിൽ. അഹിയ ഒന്ന് നൗഉൽ ഹുറൂഫ്, ശക്ല്, അദദ്, തർത്തീബ് എന്നീ 4 കാര്യങ്ങളാണ്. ഓക്കെ. നൗഉൽ ഹുറൂഫ്, ശക്ലിഹ, അദദിഹ, തർത്തീബിഹ, ഈ 4 കാര്യങ്ങളിൽ യോജിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞ യൗമ തഖൂമു സ്സാഅ മാ ലബിസു ഗൈറ സാഅ എന്നുള്ളത് അല്ലെ. സീന് ആദ്യം രണ്ട് സ്ഥലത്തും സീൻ തന്നെയാണ്, പിന്നെ അലിഫാണ്, ഐനാണ്, ഹാത്താണ്. 4 എന്തായിട്ടുണ്ട്, യോജിച്ച് വന്നിട്ടുണ്ട്. അതെന്താണ്, ജിനാസ് താമിന്റെ ഉദാഹരണമാണ്. ഇപ്പൊ ജിനാസ് ഗൈറ താം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിലേതെങ്കിലും ഒന്നും യോജിക്കാത്തതായിരിക്കുമെന്ന് കൃത്യമായി നമുക്ക് ഇതിൽ നിന്ന് മഫ്ഹൂം എന്ന് കിട്ടും അല്ലെ. മഫ്ഹൂം ഖാലിഫയിൽ നമുക്ക് മനസ്സിലാവും. ജിനാസ് ഗൈറ താം എന്ന് പറഞ്ഞാൽ വഹു മഖ്തലഫ ഫീഹി ലഫ്ളാനി ഫീ വാഹിദി മിൻ ഉമൂരിൽ മുത്തഖദ്ദിം, മുൻപ് പരാമർശിച്ചിരിക്കുന്നതാണ് അല്ലെ. അതായത് ഹുറൂഫ്, ശക്ല്, അദദ്, തർക്കീബ് എന്നീ കാര്യങ്ങളിൽ യോജിപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം നോക്കാം നമുക്ക് ഓരോന്നിന്റെയും ഉദാഹരണം. അമ്മൽ യതീമ ഫലാ തഖ്ഹർ വ അമ്മ സായില ഫലാ തൻഹർ. അപ്പൊ 4 കാര്യങ്ങളിൽ യോജിക്കണം, അപ്പോഴേ എന്താവുള്ളൂ, ജിനാസ് താമാവുള്ളൂ എന്ന് പറഞ്ഞു. 4 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ വിയോജിപ്പുണ്ടായാൽ അത് ഗൈറ താമ എന്ന് പറഞ്ഞു. അപ്പൊ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നൗഉൽ ഹുറൂഫാണ്, മറ്റൊന്ന് ശക്ലാണ്, അദദാണ്, തർത്തീബാണ്. ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കേണ്ട. അല്ലാഹു പറയാണ് അമ്മൽ യതീമ ഫലാ തഖ്ഹർ, അനാഥരായ ആളുകളുടെ മുന്നിൽ ആധിപത്യം സ്ഥാപിക്കുക. അപ്പൊ അമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്ന ആളുകളെ നീ എന്താക്കരുത്, നൽകാതെ അവരെ അയക്കരുതെന്നും പറയും. അപ്പൊ തഖ്ഹർ, തൻഹർ അല്ലെ, ആദ്യത്തെ അക്ഷരങ്ങൾ എന്താണ്, ത ആണ്. രണ്ടാമത്തേതിൽ എന്തായി, തെറ്റി അല്ലെ. ഒന്നാമത്തേതിൽ ഖാഫും രണ്ടാമത്തേതിൽ നൂനും വന്നു, ബാക്കിയൊക്കെ ശരിയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു, നൗഉൽ ഹുറൂഫിൽ വ്യത്യാസമുണ്ടായി എന്നുള്ളതാണ്. നൗഉൽ ഹുറൂഫിൽ വ്യത്യാസമുണ്ടായി അല്ലെ. ഒന്നാമത്തെ ത ആണ്, തൻഹറിലും ഒന്നാമത്തെ ത ആണ്. രണ്ടാമത്തെ അക്ഷരത്തിൽ എന്തായി, വ്യത്യാസമുണ്ടായി. ഹർഫിന്റെ ഇനം നൗഇൽ എന്തായി, വ്യത്യാസമുണ്ടായി. അപ്പൊ അതാണെന്ത്, നൗഉൽ ഹുറൂഫിൽ വ്യത്യാസമുണ്ടായതിന്റെ ഉദാഹരണമാണ് ഫലാ തഖ്ഹർ ഫലാ തൻഹർ എന്ന് പറയുന്നത്. ഇനി ഖാല ഇബ്നുൽ ഫാദിൽ പറയാണ് ഹല്ലാ നഹാക നുഹാകൻ ലംഇംറിഇൻ ലം യൽഫ ഗൈറ മുൻഅമിൻ ബിശഖായി. ഹല്ലാ നഹാക, നിന്നെ തടയുന്നില്ല, നിനക്ക് മതിയാക്കാനായിട്ടില്ല. നുഹാക്ക, നിന്റെ ബുദ്ധി. അല്ലാ നഹാക്ക, നിന്നെ തടയുന്നില്ലേ. നുഹാക്ക, നിന്റെ ബുദ്ധി. അൻ ലൗമിംറിഇൻ, ഒരു മനുഷ്യനെ ആക്ഷേപിക്കുന്നുണ്ട്, നിരന്തരമായിട്ട് ആളുകളെ ആക്ഷേപിക്കുകയാണ്. നിനക്ക് നീ മതിയാക്കാനായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ലം യൽഫ ഗൈറ മുൻഅമിൻ ബിശഖായി, ഈ പിന്നെന്താണ്, നിഅമത്ത് ലഭിക്കാത്തവരൊക്കെ പരാജിതരാണെന്നാണ് ധരിച്ചു വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ നുഹാക്ക എന്ന് പറയുന്നത്, നഹാക്ക നുഹാക്ക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഷക്കിൽ ഹുറൂഫിലുള്ള വ്യത്യാസമാണ് അല്ലെ. ഒന്നാമത്തേതിൽ ഫത്ഹ് വന്നു നഹാക്ക എന്നുള്ളത്, പക്ഷെ നുഹാക്ക എന്നുള്ളത് ലമ്മാണ്. നുഹാക്ക എന്നുള്ളത് എന്താണ്, ലമ്മാണ്. അപ്പൊ ഷക്കിൽ ഹുറൂഫിൽ എന്തായി, വ്യത്യാസം വന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത് കാലത്തിൽ ഖൻസാ പറയാണെന്ത്, ഇന്നൽ ബുക്കാ ഹുവ ശിഫാഉ മിനൽ ജവാ ബൈനൽ ജവാനി. ഇന്നൽ ബുക്കാ, കണ്ണീര്, ഹുവ ശിഫാഉ, അതാണെന്ത്, ശമനം, മിനൽ ജവാ ബൈനൽ ജവാനി, ഹൃദയവേദനക്കുള്ള ശമനം എന്ന് പറയുന്നതാണ്
കണ്ണീരാണ് എന്നാണ് പറയുന്നത്. ജബ എന്ന് പറഞ്ഞാൽ വേർപാട് എന്നർത്ഥട്ടോ. ജവാനിഹ് എന്ന് പറഞ്ഞാല് മണ്ടക്ക് പിന്നെ അടിച്ചു വെച്ചിരുന്നു. ഇവിടെയുള്ള ആരുടെയൊക്കെ മൈക്ക് ഇതൊക്കെ വേണം, വീഡിയോ ഒക്കെ വേണം, ശ്രദ്ധിക്കാൻ മക്കളെ. മിനൽ ജവ ബൈനൽ ജവാനിഹി എന്നുള്ളതാണ്. അപ്പൊ ഹൃദയവേദന, വേർപാടിനാലുള്ള ഹൃദയവേദനക്കുള്ള ക്ഷമനം എന്ന് പറയുന്നത് എന്താണ്? കണ്ണീരാണ് എന്നുള്ളതാണ്. ഇവിടെ ജവാനിഹ് എന്നുള്ളതാണ് അല്ലെ. ഇവിടെ ഇവിടെ എന്താണ് വ്യത്യാസം? അദദൽ ഹുറൂഫ്. അതത് ഹുറൂഫിലാണ് വ്യത്യാസപ്പെട്ടത് അല്ലെ. ജവാനിഹ് എന്നുള്ളതാണ്. അതതുൽ ഹുറൂഫിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി അള്ളാഹു പറയാണ് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബിയും തമ്മിലുള്ള സംഭവം പറയുന്നിടത്ത് മൂസാ നബി 40 ദിവസം തൂരിസീന പർവ്വതത്തിലേക്ക് പോകുന്നു. അതിനുശേഷം തിരിച്ചു വരുമ്പോ തന്റെ സഹോദരനായ ഹാറൂൻ നബിയാണ് ഈ ബനി ഇസ്രായേൽ സന്തതികളെ ഏൽപ്പിച്ചത്. തിരിച്ചു വരുമ്പോഴേക്കും അവരെന്താക്കുന്നുണ്ട്? സാമരി ഉണ്ടാക്കിയ പശുക്കുട്ടിയെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കോപാകുലനായിക്കൊണ്ട് മൂസാ നബി എന്താകുന്നുണ്ട്? ഹാറൂന്റെ താടി പിടിച്ച് വലിച്ചിട്ട് ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോ മൂസാ നബി പറയുന്നുണ്ട്, ഹാറൂൻ നബി പറയുന്നുണ്ട്, ഞാൻ എന്താണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവരെന്തായില്ല, ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നിട്ടും ഞാൻ ഒരു പരിധിക്കപ്പുറം ചെയ്യാതിരുന്നത് ഹഷീത്തു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായേൽ. ഹഷീത്തു, ഞാൻ എന്തായി ഭയപ്പെട്ടു, അൻ തഖൂല താങ്കൾ പറയുമെന്ന്, ഫറഖ്ത ബൈന ബനി ഇസ്രായേൽ ബനു ഇസ്രായേലുകാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയത് താങ്കളാണ് എന്ന് എന്നെ കുറിച്ച് ആക്ഷേപം പറയുമെന്ന് ഞാൻ ഭയപ്പെട്ടതിനാലാണ് എന്താക്കിയത് ഇത്ര അധികം പരിധി വിട്ട് ചെയ്യാതിരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഫറഖ്ത ബൈന ബനി എന്നുള്ളതാണ്. അവിടെ എന്താണ്? തർത്തീബുൽ ഹുറൂഫാണ്. തർത്തീബുൽ ഹുറൂഫാണ് അല്ലെ. ബൈന ബനി എന്നുള്ളതാണ്. അപ്പൊ 4ന്റെയും ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആദ്യം നൗഅൽ ഹുറൂഫ് പറഞ്ഞു, തഖ്ഹർ തൻഹർ. പിന്നീട് എന്താണ്? ഷക്ലുൽ ഹുറൂഫ് പറഞ്ഞു, നഹാക്ക നുഹാക്ക. പിന്നെ ജവാനിഹ് എന്ന് പറഞ്ഞു, അദദുൽ ഹുറൂഫ് പറഞ്ഞു. പിന്നീട് തർത്തീബുൽ ഹുറൂഫ് പറഞ്ഞു, ബൈന ബനി എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ജിനാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ്? അയ്യത്തശാബഹൽ ലഫ്ലാനി ഫിൽ നുത്ഖി വയഖ്തലിഫ ഫിൽ മാന. പറയുമ്പോൾ ഒരേപോലെ തോന്നും, എന്താണ് അർത്ഥത്തിൽ എന്താവും? വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇതൊന്നല്ല, ധാരാളം ഉദാഹരണങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒറ്റ കാര്യം കൂടി അറിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് പലപ്പോഴും വന്നിട്ടുള്ള എന്താണ്? ഇതേ സാധനങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നവർക്കും മടിയായതുകൊണ്ടായിരിക്കണം അവരെന്തായിട്ടില്ല കൂടുതൽ ആഴത്തിലുള്ള ഉദാഹരണങ്ങളിലേക്കൊന്നും പോവാതിരുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ചിലപ്പോൾ മടിയന്മാരായ ആളുകളാണെങ്കിൽ ഇതിൽ നിന്ന് എന്താക്കും ചെയ്യും, എടുക്കും എന്നുള്ളതും ഓർക്കാം. അള്ളാഹു സ്വഭാവം ഏതായാലും അത് ഓർത്തു നോക്കുക. അപ്പൊ ഓക്കെ, അതാണ് ജിനാസ് എന്ന് പറയുന്നത്. അപ്പൊ 4 കാര്യങ്ങളിൽ യോജിച്ച് വന്നാൽ അവിടെ എന്താകും? പിന്നെ ജിനാസ് താമാകും. ഏതൊക്കെ? ഷക്കിൽ, ഹുറൂഫ്, ഷക്കില്, അതത്, തർത്തീബ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വ്യത്യാസം വന്നാൽ ജിനാസ് ഗൈറ താമാകും എന്നുള്ളതാണ്. ഓക്കെ. ഒരു ചോദ്യം നോക്ക്. അൽ ജിനാസ് പെട്ടെന്ന് ആൻസർ പറയണേ. ാണ് സ്പീഡാക്കാണ്. ഇത്തിഫാഖു കലിമത്തൈനി ഫിൽ മുത്ഖി മഅ ഇഖ്തിലാഫിഹിമാ ഫിൽ മഅന. ഓക്കെ. next ചോദ്യം. അൽ ഖൈൽ മഅഖൂദുൻ ബിനവാസിഹ അൽ ഖൈൽ. ما هو أسلوب البديع المستخدم في هذا الحديث النبوي؟ تورية سجوة باقي جناسي. ആൻസർ പറയാം മക്കളെ. الخيل معقود بنواصيها الخيل. جناس. ما هو الأسلوب البديع المستخدم في വോയിസിൽ പറയുന്നില്ല, ചാറ്റ് ബോക്സിൽ പറയാം. ജിനാസ് ആണ് അല്ലെ. ജിനാസാണ്. അതില് ഖൈർ എന്നുള്ളതാണ് അല്ലെ. ഖൈർ എന്നുള്ളതാണ്. നൗഉൽ ഹുറൂഫിൽ എന്തായി വ്യത്യാസം വന്നു എന്നുള്ളതാണ്. അപ്പൊ നൗ എന്ന് പറയുമ്പോൾ ഇവിടെ 3 എണ്ണമാണ് ഖൈലിലുള്ളത്. ഖൈറിൽ 3 എണ്ണയാണുള്ളത്. ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഒരേപോലെയാണ് അല്ലെ. യാ എന്നുള്ളതാണ്. അവസാനത്തിലെ വ്യത്യാസം വന്നു നൗഉൽ ഹുറൂഫ്. ഈ അദദുൽ ഹുറൂഫ് നൗഉൽ ഹുറൂഫ് തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. يتشابه اللفظان في نوع الحروف وعددها وشكلها وتركيبها ويختلفان في المعنى. ശ്രദ്ധിച്ച ആൻസർ പറയാം കേട്ടോ. ചാടിക്കയറി തെറ്റിക്കുന്നു.
ഏഴ് ജിനാസ് താമാണല്ലേ? ജിനാസ് താമാണ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. ഖുബൂറുനാ തുബ്ന വനഹ്നു മാ തുബ്ന യാ ലൈതനാ തുബ്ന മിൻ ഖബ്ൽ അൻ തുബ്ന. شجاع ജിനാസ് തിബാഖ് മുഖാബല. ജിനാസാണ്. ഇപ്പൊ ഇവിടെ കാണുമ്പോൾ എളുപ്പമായിരിക്കും അല്ലെ? ജിനാസ് കഴിഞ്ഞ ചോദിച്ചു. ഖുബൂറിന നമ്മുടെ ഖബറുകൾ തുബ്ന നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വഹാലി വനഹ്നു മാ തുബ്ന നമ്മളിപ്പോൾ എന്തായിട്ടില്ല, തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അലൈതന തുബ്ന നമ്മളെന്തായിരുന്നെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയിരുന്നെങ്കിൽ മിൻ ഖബ്ൽ അൻ തുബ്ന നമ്മുടെ ഖബറുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് എന്നുള്ളത്. ഇവിടെ എന്താണ്? താമാണോ ഗൈറു താമാണോ? താമാണോ ഗൈറു താമാണോ? പോയോ? യാ താമാണല്ലേ? തുബ്ന എന്നുള്ളതാണ്. ഓക്കെ, ഒരുമിച്ച് വന്നിട്ടുണ്ട്. യെസ്. റഅയ്തു الناس قد مالوا إلى من عنده مال. ഇതെന്താണ്? ജിനാസാണ്. കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടി എക്സാമിന് ഒരു എന്താണ് എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റഅയ്തു الناس ജനങ്ങളെ കണ്ട് ഖദ് മാലു അവരെന്താണ് ചായ്വ് താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇലാ മൻ ഒരുത്തനോട് ഇൻദഹു മാലുൻ അവന്റെ അടുക്കൽ എന്തുണ്ട്? സമ്പത്തുണ്ട്. അപ്പൊ സമ്പത്തുള്ള ആളുകളോട് ജനങ്ങൾ എന്താണ് പൊതുവെ താല്പര്യം പ്രകടിപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ജിനാസാണ് അല്ലെ? മാല് എന്നുള്ളത്. ഓക്കെ. ഇത് താമാണോ أن يتشابه اللفظان في النطق ويختلفا في المعنى. جناسا له. يس. اختر الغير المتجانس مما يأتي. طباس سجاع طباق جناس. يس. طباقان له. طباقان. اوكي. نكشف ودنوك. حدد الجناس من بين عبارات التالية. الخيل معقود بنواصيها على خير، لا يحيق المكر السيء إلا بأهله، كدر الجماعة خير من صفو فرقة، اللئيم يعفو عند العجز وينتقم عند المقدر. الخيل معقود بنواصيها على خير منه. اوكي. നമ്മൾ ഇഖ്തിബാസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ചില ഭാഗങ്ങൾ നസ്റിലോ ഷെയറിലോ ഉപയോഗിക്കുന്നതിനാണ് എന്താ പറയാ? ഇഖ്തിബാസ് എന്ന് പറയാ. അത് മനസ്സിലാവണം എന്നില്ല. അത് അതിൽ നിന്നാണ്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, മാലു രണ്ട് മാലു വരുന്നത് അവിടെ എന്താണ്? അത് താമാണോ ഗൈറു താമാണോ? താമാണോ ഗൈറു താമാണോ? പറയും, ആൻസർ വരട്ടെ. അത് പറയുമ്പോ ശരിക്കും ഒരുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇത് താമാണ് ആണല്ലേ? ഓക്കെ, താങ്ക്സ്. നെക്സ്റ്റ്. ഇപ്പം ഹദീസിൽ നിന്നോ ഖുർആനിൽ നിന്നോ ചില ഭാഗങ്ങൾ നമ്മുടെ ഷെയറിലോ നസറിലോ ഉൾപ്പെടുത്തുക. അതെന്താണ്? മിൻ ഗൈരി ദലാലത്തിൻ, അത് അതിൽ നിന്നാണെന്ന് അറിയിക്കുകയൊന്നും വേണ്ട. അപ്പോ നമുക്ക് സംശയമുണ്ട് ഇതെങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് മനസ്സിലാവുക എന്ന് സംശയമുണ്ട്. അപ്പോ അവിടെ തന്നെ നിങ്ങൾ ബലാഗത്തുൽ വാലിയിൽ തന്നെ പറയുന്ന കാണാം, ഇതൊക്കെ മനസ്സിലാവല് വളരെ ഖുബറത്തുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് എന്ന് പ്രത്യേകം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും തലമീനുൻ നസ്രി അവ ഷിഅരി, നസ്രി ഷിഅർ എന്നിവയിൽ ഉൾക്കൊള്ളിക്കുക. ഷൈഅൻ ചിലത്, മിനൽ ഖുർആനിൽ നിന്നോ അവിൽ ഹദീസിൽ നിന്നോ ചിലതിനെ ഉൾക്കൊള്ളിക്കുക. മിൻ ഗൈരി ദലാലത്തിൻ, അങ്ങനെയാണെന്ന് അറിയിക്കൽ കൂടാതെ. അല അന്നഹു മിൻഹുമ, മിൻ ഗൈരി ദലാലത്തിൻ അല അന്നഹു മിൻഹുമ, അവ രണ്ടും അതിൽ നിന്ന് എടുത്തതാണ് എന്ന് സൂചിപ്പിക്കൽ കൂടാതെ. വൈജൂസു വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൈജൂസു അനുവദനീയമാണ്. അയ്യുഗയ്യിറ ഫിൽ അസരിൽ മുഖ്തബിസി ഖലീലൻ, ഈ ഇഖ്തിബാസ് ചെയ്യുന്ന ഖുർആനിന്റെയോ ഹദീസിന്റെയോ എടുക്കുന്ന ആ ഭാഗങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തൽ എന്താണ്? അനുവദനീയമാണ് എന്ന് കാണുന്നത്. ഒരു ഉദാഹരണം നോക്ക്. ഖാല അബ്ദുൽ മുഅ്മിൻ അൽ അസ്ഫഹാനി പറയാണ്, ലാ തഗുറന്നക മിനൽ ളലമത്തി കസ്റത്തുൽ ജുയൂശ് വൽ അൻസാർ ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹി അൽ അബ്സാർ. ലാ തഗുറന്നക, നിന്നെ വഞ്ചിതനാക്കാതിരിക്കട്ടെ, മിനൽ ളലമത്തി, നിന്റെ ഈ അക്രമം, കസ്റത്തുൽ ജൂഷ്, നിന്റെ കൂടെ ഇപ്പൊ കുറെ സൈന്യങ്ങളും സഹായികളും ഉണ്ട് എന്ന് കരുതി
നീ നടത്തുന്ന ഈ കുടിയാക്രമണം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ, ആരൊക്കെ നിന്നെ വഞ്ചനയിൽപ്പെടുത്താതിരിക്കട്ടെ. ഇന്നമാനു അഖിർഹും ലിയൗമിൻ തശ്ഖസ് ഫീഹിൽ അബ്സാർ. ഇന്നമാനു അഖിർഹും, നാം നിങ്ങളെ എന്താക്കിയിരിക്കുന്നു, പിന്തിപ്പിച്ചു വെച്ചിരിക്കുന്നു, ലിയൗം, ഒരു ദിവസത്തേക്ക് വേണ്ടി. തശ്ഖസ് ഫീഹിൽ അബ്സാർ, അന്ന് കണ്ണുകളൊക്കെ ഇങ്ങനെ മിഴിച്ചു നിൽക്കും, അല്ലെ? ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതുവരേക്കും മാത്രമേ നിങ്ങളുടെ കളികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ കുറെ ശക്തി ഉണ്ടെന്നോ, സൈനിക അംഗബലത്തിന്റെ ശക്തിയുടെ പേരിൽ ആളുകൾക്കെതിരെ അക്രമം നടത്തുന്നവരെന്താക്കുകയുള്ളി, നീ അതിൽ നീ വഞ്ചിതനായി പോണ്ട. ഈ ബലാബലം കണ്ടിട്ട് യഥാർത്ഥ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇന്നമാനു അഖിറുഹും യൗമിൻ തശ്ഖസ് ഫീഹിൽ അബ്സാർ എന്നുള്ളതാണ് ഖുർആനിൽ നിന്ന് എടുത്ത ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, ചില അതില് അൻസാറും അബ്സാറും ജിനാസിൽ പെടില്ലേ? അൻസാർ അബ്സാർ വരും. യെസ്, വെരി ഗുഡ്, മാഷാ അല്ലാഹ്, അല്ലാഹു ബാരിക് ഫീക്. ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ചോദ്യങ്ങളിലൂടെ പറയട്ടോ ഉദാഹരണങ്ങൾ. يتضمن الكلام في من القرآن والحديث لا على أنه منه. സർ ഒരു മിനിറ്റ്, നേരത്തെ ചോദിച്ചില്ലേ മാലു മാലു പറഞ്ഞ? പറയൂ. അതാ മാലു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടല്ലേ, മാലു എന്നുള്ളതിന് വാവ് നോക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒരു മാലൂല് ലാമ് കഴിഞ്ഞതിന് ശേഷം വാവ് വരുന്നുണ്ടല്ലോ, അസ്ല് നോക്കിയാ മതി. യെസ്, ഓക്കെ. ഇതെന്താണ്? ഇഖ്തിബാസാണ്, ഇഖ്തിബാസാണ്. ഓക്കെ, الاقتباس من علم البديع علم البيان علم المعاني علم العروض. علم البديع. تلمين النسرية بالشعبي تعريف من മാത്രം വന്ന കുറേ ചോദ്യങ്ങൾ കേട്ടോ ഇത് എക്സാമുകളിൽ. تلمين النسرية بالشعر من القرآن والحديث يعرف في علم البلاغة الاقتباس. اوكي، يعني في أي نوع من البلاغة في جملة علمت بالقلم. ഇവിടെയൊക്കെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ നിങ്ങൾ ആൻസർ പറയാനിട്ട് പറയാം. അല്ലംതു ബിൽ ഖലം എന്നുള്ളതൊക്കെ വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ധാരാളം ആളുകൾ തെറ്റിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറയുന്നത്, ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചില ഉദാഹരണങ്ങൾ കാണാതെ പഠിച്ചു പോയാൽ ആ ഉദാഹരണങ്ങൾ പരീക്ഷയ്ക്ക് വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വേറെ ഏതെങ്കിലും ഉദാഹരണം ചോദിക്കുമ്പോൾ നമ്മളെന്താവും, ആകാശം നോക്കും എന്നുള്ളതാണ്. അപ്പൊ കൺസെപ്റ്റ് പഠിക്കുക എന്നുള്ള വളരെ ഉണ്ട്. അല്ലമ ബിൽ ഖലം ബിസ്മി റബ്ബിക അല്ലദി അല്ലമ ബിൽ ഖലം എന്നുള്ളതാണ്, അല്ലെ? അവിടെ നിന്നാണ് അല്ലംതു ബിൽ ഖലം എന്ന് പറയുന്നത്. വയജൂസു അൻ യതഗയ്യറ ഫി അസറിൽ ഇഖ്തിബാസി, അല്ലെ? ഷൈഅൻ, വളരെ കുറഞ്ഞ മാറ്റങ്ങൾ എന്താണ് പറ്റും, അനുവദനീയമാകും എന്ന് കൃത്യമായി നമ്മൾ താരീഖിൽ തന്നെ പറയുന്നിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലമ ബിൽ ഖലം എന്നുള്ളതിന് അല്ലംതു ബിൽ ഖലം എന്നാക്കിയതാണ്. അപ്പൊ എന്താണ്? ഇഖ്തിബാസാണ്. ഓട്ടെ, അപ്പൊ നിങ്ങൾ ആ കൺസെപ്റ്റ് കൃത്യമായി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, يتضمن الكلام شيء من القرآن والحديث لا على أنه منه. ഇതൊക്കെ ഇങ്ങനെ കുറെ വന്നു പോയതാണ്, ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. لا تغرنك من الظلمة كثرة الجيوش والأنصار إنما نؤخرهم اليوم تشخص فيه الأبصار. الكلمات بين القوسين من القرآن. هذا مثال لي എനിക്കൊന്ന് ഇത് കേട്ടിട്ട് ചോദിച്ച ചോദ്യം. اقتباس رئيسي له. അടുത്ത ചോദ്യം. سميته يحيى ليحيى فلم يكن إلى رد أمر الله فيه سبيل شجاع تورية اقتباس الجناس. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യ മക്കളെ. സിയും ഡി ഒക്കെ വരുന്നുണ്ട്, ബിയും വന്നിട്ടുണ്ട്. പടച്ചിറപ്പ് ഇവിടെ ഇല്ലേ? ഇത് ജിനാസാണ്. എല്ലാ ഇഖ്തിബാസിന്റെ ചോദ്യം വരുന്നപ്പോ നിങ്ങളെ ഇഖ്തിബാസ് ആയിരിക്കും കരുതിയുണ്ടാവും, അല്ലെ? കുറെ ആളുകൾ അങ്ങനെ സി പറയുന്നുണ്ട്. ബി പറഞ്ഞ ആളുകൾ എന്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഏതർത്ഥത്തിലാണ്. ഓക്കെ, സമ്മൈത്തുഹു, ഞാൻ അവന് പേര് നൽകി യഹ്യ. യഹ്യ എന്ന പേര് നൽകി. യഹ്യ, കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത്, പേര് നൽകി. അതാണ് ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കുന്നത്. സമ്മൈത്തുഹു, ഞാൻ അവന് പേര് നൽകി യഹ്യ. യഹ്യ എന്ന പേര് നൽകി യഹ്യ, കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി. ഫലം യകുൻ ലിറദ്ദി അംരില്ലാഹി ഫീഹി സബീൽ, പക്ഷെ അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ ഒരു മാർഗവുമില്ല. മകൻ എന്തായിട്ടുണ്ട്, വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. കൺസെപ്റ്റ് ആണ് പ്രധാനം. ഓക്കെ,
ഇഖ്തിബാസ് തമ്മിൽ ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് ചർച്ച ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാൻ എല്ലാം വിടുകയാണ് കേട്ടോ. അൽ ജിനാസ് ഹുവ, പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞു, പെട്ടെന്ന് വോയിസിൽ പറയുന്നു ഇപ്പോൾ. ഇത്തിഫാഖു കലിമത്തൈനി ഫിൽ നുത്ഖി മഖ്തിലാഫിഹിമ ഫിൽ മഅന. ഏതാണ്? ഇഖ്തിബാസ് ആണ് അല്ലേ? ഓക്കെ. സി സജ ആണ്, ബാക്കി നമുക്ക് പറയാം. മറ്റേത് ഇജ്തിനാബാണ്. അതാവുൽ മഅനി കസ്റ ബൈഫൽ. ഓക്കെ, ഇവിടെ ഇതൊക്കെ വന്നതാണ്. ഓക്കെ. അപ്പൊ നമ്മള് ജിനാസ് പറഞ്ഞു, ഇഖ്തിബാസ് പറഞ്ഞു കേട്ടോ. ജിനാസ് എന്ന് പറഞ്ഞാൽ യതശാബഹൽ ലഫ്ളാനി ഫിൽ മഅന ആണോ? യതശാബഹൽ ലഫ്ളാനി ഫിൽ നുത്ഖി വയഖ്തലിഫ ഫിൽ മഅന എന്നുള്ളതാണ്. ഫിൽ മഅന എന്നുള്ളതാണ്. അവിടെ യഹ്യ എന്നുള്ളത് എന്താണ്? താമാണോ ഗൈറ് താമാണോ? താമാണ്. ലി യഹ്യ എന്നുള്ള പരിഗണിക്കുക, യഹ്യ എന്നുള്ളതാണ് പരിഗണിക്കുക കേട്ടോ. യഹ്യ എന്നുള്ളത്. ഓക്കെ. മുഹ്സനാത്തുൽ ലഫ്ളിയയിൽ നമ്മൾ ജിനാസ് പറഞ്ഞു. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ തൽമീനുൻ നസ്രി ബിശ്ശിഅരി ശൈഉൽ ഖുർആനി വൽ ഹദീസ് അല്ലേ, മിൻ ഗൈരി ദലാലത്തിൻ അലാ അന്നഹു മിൻഹുമ വയജൂസു അൻ യഖ്തലിഫ ഫി അസറിൽ മുഖ്തബിസി ഷൈഅൻ എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ സജഅ റദ്ദുൽ അജ്സി അല സ്വദ്റുമാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ. ഇനി സജഅ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പ്രാസം എന്നൊക്കെ പറയും അല്ലെ, ഒരേ അക്ഷരങ്ങളിൽ തുടങ്ങി ഒരേ അക്ഷരങ്ങൾ അവസാനിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള രൂപത്തിലുള്ള പല സംസാരങ്ങളുണ്ടല്ലോ. ഓക്കെ. അതിനാണ് സജിയ എന്ന് പറയാം. ഈ സജിയ എന്നുള്ള പദം മഅഖൂദത്തുൻ മിൻ സജഅൽ ഹുമാമി വൽ ഇബിൽ, ഈ പ്രാവിന്റെ കുറുകൽ ഒട്ടകത്തിന്റെ ശബ്ദമുണ്ടാക്കുന്നതിനൊക്കെയാണ് ഈ പദം എടുത്തിട്ടുണ്ട്. കൗലിന നമ്മൾ പറയുന്നത് സജഅത്തുൽ ഹുമാമത്തു ഐ ഹദറത് വസജഅത്തിൻ നാഖത്തു എന്നൊക്കെ പറയും. അപ്പൊ പ്രാവ് കുറുകുന്നതിനൊക്കെ എന്ത് പറയാറുണ്ട്, ഇത്തരം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരേ താളാത്മകതയിലായിരിക്കും. അതിനാണ് സജിഅ എന്ന് പറയാം കേട്ടോ. ഇവിടെ സജിഅ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഇസ്തിലാഹിൽ എന്താണ് പറയുന്നത്? തവാഫുൽ ഫാസുലത്തൈനി ഫി ഹർഫിൽ അഖീർ വഅഫ്ളലുഹു മാ തസാബതു ഫിഖ്റുഹു എന്നാണ് പറയുന്നത്. തവാഫുൽ ഫാസുലത്തൈനി തമ്മിൽ യോജിക്കുക. ഫി ഹർഫിൽ അഖീർ, അവസാനത്തെ അക്ഷരത്തിൽ. ഫാസുലത്തൈൻ എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന പദം, കലിമത്തിൽ നിന്ന് അവസാനിക്കുന്ന പദത്തിന്റെ അവസാന അക്ഷരങ്ങൾ തമ്മിൽ എന്താവുക, യോജിപ്പുണ്ടാവുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും മികച്ചത് ഏതാണ്? ഫിഖറുകൾ തമ്മിൽ യോജിച്ചതാണ് എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ വിട്ടേക്ക്, നമുക്ക് ഉദാഹരണം നോക്കും മനസ്സിലാവും. അല്ലാഹുമ്മ ആതി മുംസിഖൻ ഖലഫൻ വഅതി മുംസികൻ തലഫൻ എന്നുള്ളതാണ് അല്ലെ. എല്ലാ പ്രഭാതത്തിലും മലക്കുകൾ ആകാശലോകത്തു നിന്ന് പ്രാർത്ഥിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹുവേ ആതി മുംസിഖൻ ഖലഫൻ, ധനം ചെലവഴിക്കുന്നവർക്ക് ഇനി എന്താക്കണം, പകരം നൽകണമേ. വഅതി മുംസികൻ, അതിനെ തടഞ്ഞു വെക്കുന്നവർക്ക് തലഫൻ, വിനാശം വിതക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇതോ ഖലഫൻ തലഫൻ എന്നുള്ളതാണ്. ഖലഫൻ തലഫൻ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അവസാനത്തെ പദം ഖലഫ് തലഫ് എന്നുള്ളത്, അതിന്റെ അവസാനത്തെ അക്ഷരമായ ഫകൾ തമ്മിൽ എന്തായി യോജിച്ചു എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത് തവാഫുൽ ഫാസുലത്തൈനി ഫി ഹർഫിൽ അഖീർ. ഫാസുലത്തൈനി തമ്മിൽ യോജിക്കുക ഫി ഹർഫിൽ അഖീർ, എവിടെ? അവസാനത്തെ അക്ഷരങ്ങളിൽ. അതാണ് ഖലഫ് തലഫ് എന്ന് പറയുന്ന ഫായിലാണ് യോജിച്ചുള്ളത്. തുസമ്മ അൽ കലിമത്തുൽ അഖീറ മിൻ കുല്ലി ഫിഖറത്തിൻ, ഓരോ ഫിഖറയിൽ നിന്നുള്ള അവസാനത്തെ അക്ഷരത്തിനും കലിമത്തിനും പറയപ്പെടും ഫാസുലത്ത്. എന്ത് പറയപ്പെടും? ഫാസുലത്ത് എന്ന് പറയപ്പെടും. കവിതയിലാണെങ്കിൽ അതിന് എന്ത് പറയും? ഖാഫിയ എന്നും പറയും. നസ്റിലാകുമ്പോൾ ഫാസുലത്ത് എന്ന് പറയും. ഷിഅറിലാകുമ്പോൾ എന്ത് പറയും? ഖാഫിയത്ത് എന്നും പറയും. ഇവ തമ്മിലുള്ള അവസാനത്തെ അക്ഷരങ്ങൾ തമ്മിൽ യോജിച്ചു വരിക എന്നുള്ളതാണ് സജ്ഇന്റെ ഒരു കാര്യം. ഓക്കെ. ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം. ഖാന അറാബി പറയാണ്, വലിയ പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കിയപ്പോ അറാബി പറയാണ്, അല്ലാഹുവേ ഇൻ കുൻത അബ്ലൈത, നീ എന്നിപ്പോ എന്തായിട്ടുണ്ട് പരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഫഇന്നക തഅലമ ഖദ് അഫൈത, എത്രയോ ദീർഘകാലമായി നിൽക്കുന്നതായിട്ടുണ്ട് വലിയ അനുഗ്രഹങ്ങൾ എന്തായിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അഫീത എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചകൾ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അഫു തന്നിട്ടുണ്ട് എന്നൊക്കെ വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ആഫിയത്ത് അപ്പൊ തന്നിട്ടുണ്ട്. അപ്പൊ അബ്ലൈത ആഫൈത, അവസാനത്തെ ഫാസുലത്തുകൾ തമ്മിൽ, അവസാനത്തെ പദം കലിമത്തുകൾ തമ്മിൽ അവസാനത്തെ അക്ഷരത്തിൽ എന്തായിട്ടുണ്ട് യോജിച്ചു വന്നിട്ടുണ്ട്. അതാണ് സജിഅ എന്ന് പറയുന്നത്. തവാഫുൽ ഫാസുലത്തൈനി ഫി ഹർഫിൽ അഖീർ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞു അഫ്ളലുഹു, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മാ തസാബത്ത് ഫിഖ്റുഹു, ഫിഖറുകൾ തമ്മിൽ യോജിച്ചു വന്നതാണ് എന്നുള്ളതാണ്. നോക്കൂ, അൽ ഹുറു, ഒരു സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ ഇസാ ബഅദ വഫ, അവനെന്താണ്
വാഗ്ദാനം ചെയ്താൽ നിറവേറ്റും. വൈസ ആന കഫ, സഹായിച്ചാൽ അത് പൂർണ്ണമാക്കും. വൈസ അമല കാഫ, അധികാരം കിട്ടിയാൽ എന്താവും, വിട്ടുവീഴ്ച ചെയ്യും. അപ്പൊ നമുക്ക് വഫ, കഫ, അഫ, മൂന്നെണ്ണത്തിൽ എന്തായിട്ടുണ്ട്, അവസാനത്തെ അക്ഷരങ്ങൾ ഫ ആണ്. ഓക്കെ, അതാണ് അഫ്സലുഹു മാ തസാവത്ത് ഫിഖറുഹു എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ചവിട്ടുണ്ടെങ്കിൽ ചോദിക്കണേ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, റഹിമല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരു അടിമയെ അനുഗ്രഹിക്കട്ടെ, ഖാല ഖൈറൻ, അവനെന്തായി, ഒരു നന്മ പറഞ്ഞു, ഫഗനിം, അതുകൊണ്ട് അവൻ എന്താക്കി, ഏറ്റവും മതിയാക്കിയവനായി. ഔ സക്കത്ത, അല്ലെങ്കിൽ മൗനം ദീക്ഷിച്ചു, ഫസലിമ, അവൻ എന്തായി, രക്ഷപ്പെട്ടു എന്ന് പറയും. അപ്പൊ ഗനീമ, സലീമ, ഗനീമ, സലീമ. അത് അവസാനത്തെ ഫാസുലത്തൈനിയിലെ അവസാനത്തെ അക്ഷരങ്ങൾ അല്ലെ, ഫി ഹർഫിൽ അഖീർ, തവാഫുഖുൽ ഫാസുലത്തൈനി ഫി ഹർഫിൽ അഖീർ, ഗനീമയിലെ മീമും സലിമയിലെ മീമും തമ്മിൽ യോജിച്ചു വന്നു. അതുകൊണ്ടാണ് ഇത് സജഅദ്. അങ്ങനെ ഖാല സഅലബി, സഅലബി പറയാണ്, അൽ ഹിഖ്ദു സദ്ഉൽ ഖുലൂബ് വൽ ലുജാദു സബബുൽ ഹുറൂബ്. അൽ ഹിഖ്ദു പക, സദ്ഉൽ ഖുലൂബ് അത് ഹൃദയത്തെ എന്താകും, തുരുമ്പ് പിടിക്കും, ഹൃദയത്തെ എന്താക്കും, ഇങ്ങനെ തുരുമ്പുള്ളതാക്കി തരും. വൽ ലുജാജു, ലുജാജ് എന്ന് പറഞ്ഞാൽ തർക്കത്തിന് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് സംഗതി പിന്നെ പരസ്പരം ഏതെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടാവും, അത് വിട്ടുകൊടുക്കൂല, അതിങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ എന്താക്കും, പരസ്പരം ദേഷ്യം പിടിപ്പിക്കുന്നതാണ്. അതാണ് ലുജാജ് എന്ന് പറഞ്ഞത്. ശരിക്കും തർക്കത്തിൽ നീണ്ടു നിൽക്കുക എന്നർത്ഥം. വല്ലുജാദു സബബുൽ ഹുറൂബ്, അതാണ് തർക്കങ്ങൾക്ക്, യുദ്ധങ്ങൾക്ക് കാരണം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ഖുലൂബ് ഹുറൂബ്. ഓക്കെ, ഖുലൂബ് ഹുറൂബ് എന്നുള്ളത് അവസാനം ബ ആണ് രണ്ടില്ലേ. ഇനി ഹരീരി പറയാണ്, ഇർത്തിഫാഉൽ അഖ്താർ ബിഇഖ്തിഹാമിൽ അഖ്താർ. ഇർത്തിഫാഉൻ, ഉയർത്തൽ, അൽ അഖ്താർ, അഖ്താർ എന്ന് പറഞ്ഞാൽ അൽ മനാസിൽ ഫിൽ ജമാഅ, സമൂഹത്തിൽ സ്ഥാനം ഉയർത്തൽ, ബിഇഖ്തിഹാമിൽ അഖ്താർ, തെറ്റുകളെ എന്താക്കുക, പിഴുതെറിയൽ കൊണ്ടാണ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അഖ്താർ, അഖ്താർ അവിടെ എന്തായിട്ടുണ്ട് അവസാനത്തെ ഉദാഹരണമോ? അതെ, യാ, അവിടെ പിന്നെ രണ്ട് ജുംലകളായി വരുന്നു എന്നുള്ളടത്ത് ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അഖ്താർ, അഖ്താർ അവിടെ അവസാനം എന്താണ്, റാ കൊണ്ടാണ് അവസാനിച്ചിട്ടുള്ളത്, റാ കൊണ്ടാണ് അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായി, ഇത് സജായി എന്ന് കാണുന്നത്. പിന്നെ കാല ബഅദുൽ ബലഗ, ചില ഇതൊക്കെ കുറേ എക്സാമ്പിൾ ഇതിനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ചില ബലഗാക്കൾ പറയാണ്, അൽ ഇൻസാൻ ബി ആദാബിഹി ലാ ബിസിയിഹി വസിയാബ്. ഒരു മനുഷ്യൻ അവനെ മനുഷ്യനായി അടയാളപ്പെടുത്തുന്നത് ആദാബിന്റെ പെരുമാറ്റം കൊണ്ട്, ഖലാഖ് കൊണ്ടാണ്. ലാ ബിസിയിഹി വസിയാബി, വസ്ത്രങ്ങൾ കൊണ്ടോ അതിന്റെ മേന്മ കൊണ്ടോ അല്ല. സിയ സിയാബ് എന്ന് പറഞ്ഞാൽ ഏകദേശം അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആദാബിഹി സിയാബിഹി എന്ന് പറഞ്ഞാൽ അവിടെ ബായിലാണ് അവസാനിക്കുന്നത്. അവിടെ അഖ്താർ, അഖ്താർ എന്നുള്ളടത്ത് ജിനാസ് ആവില്ലേ? യെസ്, അതാ നമ്മൾ പറഞ്ഞല്ലോ. അല്ല, അപ്പൊ ഇങ്ങനെ സജവും ജിനാസും കൂടി ഒരുമിച്ച് വന്നാ അപ്പൊ അങ്ങനെ വരുമോ? ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നിലേ വരുള്ളൂ. ഓക്കെ, ചോറ് കഞ്ഞിയാക്കാൻ പറ്റും വെച്ചാല് രണ്ടും പറ്റും, മനസ്സിലായില്ലേ? പക്ഷെ കഞ്ഞി ചോറാക്കി എടുക്കാൻ പാടാണ് പിന്നീട്, തിരിച്ചും പറ്റിയല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. കാല ഉസ്ബിന് സായിദലിയാദി, ഉസ്ബിന് സായിദലിയാദി പറയണം, അല്ലേ, റഹിമല്ലാഹു ഖുസ്സൻ, അള്ളാഹു ഖുസ്സിനെ അനുഗ്രഹിക്കട്ടെ എന്ന് നിബിധങ്ങൾ വർത്തിച്ചിട്ടുണ്ട്. ജാഹിദ് പറയുന്നുണ്ട്, യാദ് ഗോത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മറ്റൊരു ഗോത്രത്തിന് ലഭിക്കാതെ ഒരു പ്രത്യേകത യാദ് ഗോത്രത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താണ്, അവരിലെ പ്രഭാഷകന്റെ പ്രഭാഷണം റിവായത്ത് ചെയ്ത ആരാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു ഖുസ്സിനെ. പിന്നീട് യമനിൽ നിന്നുള്ള യാദ് ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിച്ചു. യമനിൽ നിന്ന ആളുകൾ വരുമ്പോഴൊക്കെ നബിതങ്ങൾ വർദ്ധിതാവേശത്തോടു കൂടി ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഖുസ്സിനെ അറിയാമായിരുന്നു എന്ന്. എന്നിട്ടാണ് അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചത്, ഖുസ്സിനെ എന്താക്കട്ടെ, ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നോടൊപ്പം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഖുസ്ബിന് സായിദലിയാദിയുടെ പ്രസംഗമാണ് അല്ലേ, കാലചന്തയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതാണ്, മൻ ആശമാത്ത, ജീവിച്ചവരൊക്കെ മരിക്കും, വമൻ മാത്ത ഫാത്ത, മരണപ്പെട്ടവരൊക്കെ എന്താവും, ഇല്ലാതായി തീരും, നശിച്ചില്ലാതായി തീരും എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ പ്രസംഗം. ഓക്കെ, ആ പ്രസംഗം കൂടി നിങ്ങൾ എന്താക്കണം, നോക്കി വെക്കണം. ഇതാരുടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ മാത്ത ഫാത്ത എന്നുള്ളതാണ്, മാത്ത ഫാത്ത എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഖുസ്ബിന് സായിദലിയാദിന്റെ കൊണ്ടും ആ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നില്ല, അതിന് ആബാ വൽ ജിദാദ്, അല്ലെ, സമ്പന്നത കൊണ്ടും എന്താണ്, പിന്നെ അധികാരഗർഭ കൊണ്ടും മേൽക്കോയ്മ കൊണ്ടും നിങ്ങൾ എന്താക്കുന്നു, പിന്നെ എന്താണ്, പിന്നെ അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഐനൽ ആബാ വൽ അജ്ദാദ്, എവിടെയാണ് നിങ്ങളുടെ പ്രപിതാക്കന്മാർ എന്നുള്ളത്. വൈന ഫറാഇനത്തു ഷദാദ്, അല്ലെ, ശക്തരായ ഫറാവമാരൊക്കെ, സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും ശക്തരായിരുന്ന ഫറാവമാരൊക്കെ ഇന്നെവിടെയാണ്. അപ്പൊ അജ്ദാദ്, ഷദാദ്, അവസാനത്തെ പദത്തിലെ അവസാനത്തെ അക്ഷരങ്ങൾ തമ്മിൽ യോജിക്കുക എന്നുള്ളതാണ് കേട്ടോ.
നമ്മോട് പറയണം തവാഫുൽ ഫാസുലത്തൈൻ, ഫാസുലത്തൈൻ തമ്മിൽ യോജിക്കുക. ഫാസുലത്തൈൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ കലിമത്ത്, അജ്ദാദ് ഷദാദ് എന്ന കലിമത്തില് ഫി ഹർഫിൽ അഖീർ, അതിന്റെ അവസാനത്തെ അക്ഷരത്തിൽ ഇവിടെ ദാലി തമ്മിൽ യോജിച്ചു. അതാണ് സജീഅ എന്ന് പറയുന്നത്. സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞോട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്താണ് സജീഅയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തവാഫുൽ ഫാസുലത്തൈനി ഫി ഹർഫിൽ അഖീർ വഅഫ്ളലുഹു മാ തസാവത്ത് ഫിഖറുഹു എന്നുള്ളതാണ് അല്ലെ. ഫാസുലത്തൈനി എന്ന് പറയുന്നത് നെസറിലാണ്, ഷെയറിൽ വരുമ്പോൾ കാഫി ആയി തീരും. അതും ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഇതിൽ പറയുന്ന റദ്ദുൽ അജിസ് അലസ്വദറാണ് പറയുന്നത്. റദ്ദുൽ അജിസ് അലസ്വദറാണ്. നസ്റിൽ يجعل المتكلم احد اللفظين المكررين او المتجانسين او ما هو ملحق بالمتجانسين في اول الفقره والاخر في اخرها. ان يجعل المتكلم ആക്കലാണ് احد اللفظين المكررين, ആവർത്തിച്ചു വരുന്ന പദങ്ങളിൽ ഒന്നിനെ, അവൽ മുത്തജാനിസൈൻ അല്ലെങ്കിൽ ഒരേ ജിൻസിൽപ്പെട്ട പദങ്ങളിൽ ഒന്നിന്, ഔ മാഹുവ മുൽഹഖും ബിൽ മുത്തജാനിസൈൻ, അതിന്റെ ജിൻസിനോട് ചേർന്ന് വരുന്നത്. അതേ പദമായിരിക്കണം എന്നില്ല, ആ പദത്തിന്റെ മാദ്ദയിൽ നിന്ന് എടുത്തതാവാനും സാധ്യതയുണ്ട്. ഇപ്പൊ കൗലാണെങ്കിൽ കീല, കൗല്, കയ്യാല്, എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു വരാം, മക്കൂലൊക്കെ വരാം ഉദാഹരണത്തിന്. അങ്ങനെയുള്ള മുൽഹഖിനെ ആക്കലാണ് ഫി അവ്വലിൽ ഫിഖറ, ഫിഖറയുടെ തുടക്കത്തിൽ, വൽ ആഖറ മറ്റേതിനെ രണ്ടാമത്തേതിനെ ആക്കലാണ്, മറ്റൊന്നിനെ ആക്കലാണ് ഫി ആഖിരി, അതിന്റെ അവസാനത്തിൽ. ഉദാഹരണം നോക്ക്, ഷേറിലാകുമ്പോൾ അയ്യക്കൂൻ അഹദുമാ ഫി ആഖിറിൽ ബൈത്ത്, അതെല്ലാം ഏതെങ്കിലും ഒന്നിനെ കവിതയുടെ അവസാനത്തിലാക്കുക എന്നുള്ളതാണ്. ഉദാഹരണം നോക്കാം നമുക്ക്. വതഖ്ഷന്നാസ, നീ എന്താവുന്നു ജനങ്ങളെ ഭയപ്പെടുന്നു. എന്നാൽ സത്യത്തിൽ വല്ലാഹു അഹ്ഖു അൻ തഖ്ഷാഹു, അള്ളാഹു ആണ് എന്താണ്, അള്ളാഹുവിനെയാണ് നീ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ തഖ്ഷ എന്നുള്ള പദത്തിന്റെ മറ്റൊന്നിന് എന്തൊക്കെ അവസാനത്തിൽ കൊണ്ടുവന്നു. ഇനി ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അപ്പൊ ഇസ്തഗ്ഫിറു ഗഫാറ എന്ന് പറയും. ഇസ്തഗ്ഫറ എന്നുള്ളതിന്റെ പദത്തിൽ നിന്ന് വന്നതാണ് ഗഫാറ എന്നൊക്കെ പറയുന്നത് അല്ലെ, ഇതിന്റെ മാധ്യമാണ്. അതുകൊണ്ട് മുൽഹഖ് പറഞ്ഞത് ഇസ്തഗ്ഫിറു ഗഫാറ. ഇനി ഖാല ഇന്നി ലിഅമലിക്കും മിനൽ ഖാലീൻ, ഖാല ഖാലീൻ, ഖാല ഖാലീൻ എന്ന് പറയും. അപ്പൊ ഇതാണ് റദ്ദുൽ അജിസി അലസ്വദുൽ എന്ന് പറയുന്നത്. ഒരേ പദത്തെ ആവർത്തിച്ചു വരുന്ന ഒരേ പദം, അല്ലെങ്കിൽ അതിന്റെ ജിൻസിൽ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ മുൽഹഖിന് വരുന്നത്, ഒന്ന് തുടക്കത്തിൽ കൊണ്ടുവരിക, പിന്നെ അതിന് മറുപടി എന്നോണം അവസാനത്തിലും ആയിട്ട് രണ്ടാമതും വരിക. ഓക്കെ, തഖ്ഷ അൻ തഖ്ഷാഹു, ഖുൽതു അല്ല സോറി ഇസ്തഗ്ഫിറു ഗഫാറ, ഖാല ഖാലീൻ എന്ന് പറഞ്ഞു. ഇതാണ് നസ്റിൽ വരിക. ഓക്കെ, ഷെയറിലാകുമ്പോൾ എന്തായിരിക്കും, കവിതയുടെ അവസാനത്തിലാണ് വരിക എന്നുള്ളതാണ്. നോക്ക്, തമന്നത് സുലൈമ അൻ തമൂത സ്വബാബതൻ വഹുവ ഷൈഇൻ ഇൻദന മാ തമന്നത്. തമന്നത് സുലൈമ, സുലൈമ ആഗ്രഹിച്ചു, അൻ അമൂത്ത സ്വഭാവത്തിൽ, ഞാൻ എന്താവണം, പ്രണയബദ്ധരായിട്ട് തന്നെ മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. വഹുവ ഷൈഇൻ ഇൻദ മാ തമന്നത്, അവൾ ആഗ്രഹിച്ചതിൽ ഏറ്റവും നിസ്സാരമായ കാര്യം മാത്രമാണ് അല്ലെ എന്നാണ് പറയുന്നത്. അപ്പൊ തമന്നത് തമന്നത് നമ്മൾ പറഞ്ഞ ഷെയറിലാകുമ്പോൾ രണ്ടാമത്തെ പദം എന്തായിരിക്കണം, അപ്പോൾ അവസാനത്തിൽ വരണം എന്നുള്ളത്, അവസാനത്തിൽ വരണം എന്നുള്ളതാണ്. ഓക്കെ, മറ്റൊന്നൊക്കെ തമത്ത മിൻ ഷമീമിൻ അറാറി നജിദിൻ ഫമാ ബഅദൽ അഷിയത്തി മിൻ അറാറി. ഓക്കെ, തമത്ത നീ ആസ്വദിക്കണം, മിൻ ഷമീമിൻ ഈ സൗഗന്ധികത്തെ, അറാറ നജിദിൻ നജിദിൽ നിന്ന് അടിച്ചു വീശുന്ന മനോഹരമായ സുഗന്ധത്തെ നിങ്ങൾ എന്താവണം, ആസ്വദിക്കൂ. ഫമാ ബഅദൽ അഷിയത്തി മിൻ അറാറി, ഈ രാത്രിക്ക് ശേഷം ഈ സുഗന്ധമില്ല. അതായത് നജിദിലൂടെ അവർ യാത്ര ചെയ്യുകയാണ്. വസന്ത പൗർണമിയിൽ, വസന്തകാലത്ത് അവരുടെ നജിദിൽ നിന്ന് വളരെ മനോഹരമായ പൂക്കൾ എന്താണ് സുഗന്ധങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നജിദിനെ കുറിച്ച് ധാരാളം ആളുകൾ, ഇമ്രുൽ ഖൈസാവട്ടെ, ത്വറഫയാവട്ടെ, അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ എന്തായിട്ടുണ്ട്, കവിത പാടിയിട്ടുണ്ട് അല്ലെ. അവിടെ നിന്നാണ് ഷിയറുൽ ഉസ്രി പോലെയുള്ള കവിതകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നജിദ് എന്നുള്ളത് കവിതയിൽ നമ്മൾ ഈ സാഹിത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഇടം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ നജിദ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ ഇത് പിന്നെ സാദൃശ്യം പറഞ്ഞോളൂ. അപ്പൊ തമത്ത നീ ആസ്വദിക്കണം, മിൻ ഷമീമിൻ അറാറി നജിദിൻ, നജിദിൽ നിന്ന് അടിച്ചു വീശുന്ന സൗഗന്ധികത്തെ, ഫമാ ബഅദൽ അഷിയത്തി മിൻ അറാറിൻ, ഈ രാത്രിക്ക് ശേഷം എന്തില്ല, ആ സുഗന്ധമില്ല. കാരണം എന്താണ്, നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. അത് പറയുന്നത് കുതിര എന്താണ് നജിദിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ അതിവേഗം പോവുകയാണ്. അപ്പോ അവർ കുതിരയോട് പറയണത് ഇന്ന് മെല്ലെ പോയാ മതി, ഇതിന്റെ സുഗന്ധങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് സാവധാനം പോയാൽ മതി. കാരണം എന്താണ് ഇതിനുശേഷം പിന്നെന്തില്ല, ആ നജിദിലെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് റദ്ദുൽ അജ്സി അല സ്വദർ എന്ന് പറയുന്നത്. റദ്ദുൽ അജ്സി അല സ്വദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മഖ്സനത്തുൽ ലഫ്ലിയ നമ്മൾ പറഞ്ഞു. ജിനാസ്, ഇഖ്തിബാസ്, സജ്ഇ, റദ്ദുൽ അജ്സി അല സ്വദർ 4 പറഞ്ഞു. ഓക്കെ, ജിനാസ് എവിടെ
ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കണ്ടില്ലല്ലോ. ഏത് റദ്ദുൽ അജിസ്. ബലാഗത്തുൽ വാലിയിൽ അതില്ല കേട്ടോ. ബലാഗത്തുൽ വാലിയിൽ അതില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? ജിനാസ്, ഇഖ്തിബാസ്, സജ്അ്, റദ്ദുൽ അജിസ് അല സുദ്ർ, നാലെണ്ണാണ് പറഞ്ഞത്. അപ്പൊ ജിനാസ് എന്ന് പറഞ്ഞാൽ അയതശാബഹ അൽ-ലഫ്ളാനി ഫി നുത്ഖി വയഖ്തലിഫ ഫിൽ മഅന, അതാണ് ജിനാസ്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ തൽമീനുൻ നസ്രി വശിഅരി ഫിൽ ഖുർആൻ മിനൽ ഖുർആനി വൽ ഹദീസി ഷൈഅൻ, അല്ലേ? അതാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. സജ്അ എന്ന് പറയുന്നത് തവാഫുഖുൽ ഫാസിലത്തൈനി ഫി ഹർഫിൽ അഖീർ വഅഫ്ളഹു മാ തസാബത്ത് ദിക്റുഹു എന്ന് പറഞ്ഞു. റദ്ദുൽ അജിസ് അല സുദ്ർ എന്ന് പറഞ്ഞാൽ അയ്യതകററ ഫുലാനി അവൽ എന്താണ് ജിൻസ് ഒത്തതൊക്കെ ആവർത്തിച്ചിടുക. എന്നിട്ട് മറ്റൊന്ന് അവസാനത്തിൽ വരുന്നതാണ് എന്ത് പറയാ? റദ്ദുൽ അജിസി അല സുദ്ർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ മുഹ്സനാത്തുൽ മാനവിയ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, പെട്ടെന്ന് തീരുമാനം. മുഹ്സനാത്തുൽ മാനവിയ ഇതിൽ 4 വരുന്നത്: തൗരിയ, തിബഖ്, മുഖാബല, ഹുസ്നു തഅലീൽ. എന്ന് പറയുന്ന കാണുന്നില്ലേ? ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, അത് നമുക്ക് നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ, മുഹ്സനാത്തുൽ മാനവിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഹ്സനാത്തുൽ മാനവിയയിൽ തൗരിയ, തിബാഖ്, മുഖാബല, ഹുസ്നു തഅലീൽ, ഈ 4 വരുന്നത്. തൗരിയ, തിബാഖ്, മുഖാബല, ഹുസ്നു തഅലീൽ. ഈ ബദിയിൽ എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ഏരിയ ഇതാണ് കേട്ടോ. തൗരിയ, തിബാഖ്, മുഖാബലയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞൊക്കെ പിന്നെയും എളുപ്പത്തിൽ കിട്ടാവുന്ന ഏരിയകളാണ്. ഓക്കെ, അപ്പൊ തൗരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തൗരിയ എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന് 2 അർത്ഥം ഉണ്ടാവുക. ബഈദും ഖരീബ് അർത്ഥം ഉണ്ടാവുക. ഖരീബിനെ ഉദ്ദേശിക്കാതെ ബഈദിനെ ഉദ്ദേശിക്കുക എന്നുള്ളതാണ് തൗരിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം നമുക്ക്. സിറാജുദ്ദീൻ വറാഖ് പാടുകയാണ്: അസൂനു അദീമ വജ്ഹി അൻ ഉനാസിൻ ലിഖാഉൽ മൗത്ത് ഇൻദഹും അൽ അദീബു വറബ്ബു ശിഅരി ഇൻദഹും ബഗീദൻ വലൗ വാഫാ ബിഹിം ലഹും ഹബീബ്. അല്ലെ, അസൂനു അദീമ വജ്ഹി, ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും, എന്റെ മുഖത്തെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ മുഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ മൊത്തത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ എന്നെ സംരക്ഷിക്കും, അദീമ വജീഹിനെ സംരക്ഷിക്കുന്നതാണ് എന്റെ മൊത്തത്തിൽ ഐ അൽ ജിസ്മി എന്ന് പറയും. അനുനാസിൻ, ഒരു വിഭാഗം ജനങ്ങളിൽ നിന്ന്, ലഖാഉൽ മൗത്ത് ഇൻദഹും അൽ അദീബ്, അവരെ സംബന്ധിച്ച് ഒരു സാഹിത്യകാരനെ കണ്ടുമുട്ടുക എന്നുള്ളത് എന്താണ്? മരണത്തെ കണ്ടുമുട്ടുന്നതിന് തുല്യമാണ്. വറബ്ബുശ്ശാരി ഇൻദഹും ബഗീലൻ, വറബ്ബുശ്ശേരി കവിതയുടെ ഉപാസകർ, അവരെ സംബന്ധിച്ചാണ് ബഗീലൻ, വളരെ ദേഷ്യം പിടിപ്പിക്കുന്ന കോപം വരുത്തുന്ന ആളുകളാണ്. വലൗ വാഫാബിഹിം ലഹും ഹബീബ്, ഹബീബ് വന്നവർക്ക് എന്താക്കിയാലും അത് പാടിക്കൊടുത്താലും എന്നാണ് പറയുന്നത്. അപ്പൊ ഹബീബ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ചിന്തിക്കും, ബഗീൽ എന്ന് പറഞ്ഞ കോപം, ഹബീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിതൻ. നേരെ ഓപ്പോസിറ്റ് ആണെന്ന് എന്താക്കും? ഒറ്റ നോട്ടത്തിൽ ആലോചന പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഹബീബ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ഹബീബിൻ ഔസുത്തായി എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഷാഇറു ശുഅറാ എന്ന് പറയുന്ന ഹബീബിൻ ഔസുത്തായി, അതായത് അബൂത്തമാമ് വന്ന് പാടിക്കൊടുത്താൽ പോലും അവർക്ക് എന്താവില്ല? തൃപ്തിയാവില്ല എന്ന് പറയുന്നു. അപ്പൊ എന്താണ്? അതാണ് അവിടെ ഉദ്ദേശം, അല്ലാതെ ബഗീലിന്റെ ഓപ്പോസിറ്റ് അല്ല ഹബീബ് എന്നുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവിടെ ഹബീബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്താവാം? സ്നേഹിതൻ അർത്ഥം വെക്കാം. നമ്മൾ ഒരിക്കലും ഹബീബിൻ ഔസുത്തായി ആണെന്ന് നമ്മുടെ വിദൂര ചിന്തയിൽ പോലും കടന്നു വരില്ല എന്നുള്ളതാണ്. നമ്മളിത് കേട്ട് പരിചയപ്പെട്ടത് കൊണ്ട് കുറെ നമ്മുടെ മനസ്സിൽ വന്നു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് തൗരിയ എന്ന് പറയുന്നത്. ഓക്കെ, തൗരിയ എന്ന് പറഞ്ഞത് അയ്യദ്കുറൽ മുത്തകല്ലിമു പറയലാണ് ലഫ്ലൻ മുഫ്രദായ ഒരു പദം. എന്നാലോ ലഹു മഅനൈൻ, അതിന് 2 അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഒരു പദത്തിന് 2 അർത്ഥമുള്ള പദങ്ങളെ പറയുക. ഖരീബുൻ ലാഹിറുൻ ഗൈറു മുറാദ്, അതിന്റെ പ്രത്യക്ഷത്തിലുള്ള അടുത്ത അർത്ഥം എന്ന് പറയുന്ന ഗൈറു മുറാദ്, അതവിടെ ഉദ്ദേശിക്കുന്നതേ ഇല്ല. എന്നാൽ ബഈദുൻ ഖഫിയുൻ ഹുവൽ മുറാദ്, ബഈദായ ഖഫിയായ ഗോപ്യമായ അർത്ഥമാണ് എന്താവുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഹബീബ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ ആരാണ്? ഹബീബിന് ഔസുത്തായിയ ആണ് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇതാണ് തൗരിയ. ഇനി മറ്റൊരു ഉദാഹരണം നോക്ക്. നസീറുദ്ദീൻ ഹമാമി പാടുകയാണ്: അബിയാത്തു ശഅരിക കൽ ഖുസൂരി വല ഖുസൂറ ബിഹാ യഊഖു വമിനൽ അജായിബി ലഫ്സുഹാ ഹുർറൻ വമഅനാഹാ റഖീഖു. അബിയാത്തു ശഅരിക, നിന്റെ കവിതകൾ എന്ന് പറയുന്നത് കൽ ഖുസൂർ, അതെന്താണ്? മനോഹരമായ ഒരു കൊട്ടാരം പോലെയാണ്. വലാ ഖുസൂറ ബിഹാ യഊഖു, ഒരു കൊട്ടാരവും അതിന്റെ ഭംഗി ആസ്വദിക്കുന്നതിൽ എന്താവില്ല? ആളുകളെ തടയില്ല എന്നുള്ളതാണ്. വമിനൽ അജായിബി, അത്ഭുതകരം തന്നെയാണ്. ലഫ്സുഹ, അതിന്റെ ഓരോ ലഫ്സുകളും വളരെ ആകർഷണീയമാണ്. ഹുർറുൻ, വളരെ സ്വതന്ത്രമായി കിടക്കുന്നതാണ്. വമാനാഹ, അതിന്റെ അർത്ഥങ്ങൾ ആശയങ്ങൾ എന്താണ്? റഖീഖുൻ, അടിമയാണ് എന്നുള്ളതാണ്. ആണോ? അല്ല, ഹുറിന്റെ അർത്ഥമല്ല ഹുറിന്റെ ഓപ്പോസിറ്റില്ല റഖീഖ്. റഖീഖ് എന്നോട് ഉദ്ദേശം എന്താണ്? വളരെ ലോലമാണ് എന്നാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഹുറ് എന്ന് വന്നുകൊണ്ട് നമ്മൾ ആലോചിക്കാൻ സാധ്യത ഉണ്ടെന്ന്
റഖീഖ് എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കും എന്നുള്ളത്. ഒരു സ്വതന്ത്രനാണെങ്കിൽ സ്വാഭാവികമായിട്ടും റഖീഖ് എന്നുള്ളത് അടിമയാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ റഖീഖിന്റെ ബഈദായ ഖഫിയായ അർത്ഥമായ ലോലത എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതാണ് തൗരിയ എന്ന് പറയുന്നത്. ഖുർആൻ മുത്തക്കല്ലിമു ലഫ്ളൻ മുഫ്രദൻ ലഹു മഅനയാനി അൽ എന്താണ് അൽ മഅന അല്ലാഹിർ വൽ ഗൈർ മുറാദാണ് അല്ലേ. അൽ മഅന അൽ ഖരീബ് അല്ലാഹിർ ഹുവ ഗൈർ മുറാദ്, അൽ മഅന അൽ ബഈദ് അൽ ഖഫി ഹുവൽ മുറാദ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് തൗരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പൊ തൗരിയ എന്ന് പറഞ്ഞത് യദ്കുറുൽ മുത്തക്കല്ലിമു ലഫ്ളൻ മുഫ്രദൻ ലഹു മഅനയാനി ഖരീബൻ ലാഹിറുൻ ഗൈർ മുറാദ് ബഈദുൻ ഖഫിയുൻ ഹുവൽ മുറാദ് എന്നുള്ളതാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മൾ തിബാഖിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന തിബാഖ് മുഖാബലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പലപ്പോഴും ആളുകൾ തെറ്റിക്കുന്നതാണ് ഈസി ആയിട്ട്. ഓക്കെ, തിബാഖ് മുഖാബല എന്നാണ് പറയുന്നത്. തിബാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും അതിന്റെ ഓപ്പോസിറ്റും ഒരേ കലാമിൽ തന്നെ വരിക. ഒരു കാര്യവും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും ഒരേ കലാമിൽ തന്നെ വരുന്നതിനാണ് എന്താ പറയാ? തിബാഖ് എന്ന് പറയാം. ഇതാണ് നോക്ക്, വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. അല്ലാഹു പറയാണ് തഹ്സബുഹും, നിങ്ങൾ അവരെ പറ്റി വിചാരിക്കുന്നു, ഐഖാലൻ അവരെന്താണ്? ഉണർന്നിരിക്കുന്നവരാണ്, വഹും റുഖൂദ് യഥാർത്ഥത്തിൽ അവരെന്താണ്? ഉറങ്ങിയിരിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യഖ്ളത്ത് എന്നുള്ള ഉണർവ് എന്നുള്ള പദവും റുഖൂദ് എന്നുള്ള പിന്നെന്താണ് ഉറക്കം എന്നുള്ള പദവും ഒരേ കലിമത്തിൽ എന്തായിരിക്കുന്നു? ഒരേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒന്നും അതിന്റെ ഓപ്പോസിറ്റും ഒരേ കലിമത്തിൽ വരിക എന്നുള്ളതാണ് തിബാഖ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നോക്ക്, അല്ലാഹു തന്നെ പറയുന്നത് യസ്തഖ്ഫൂന മിനൻ നാസി, ജനങ്ങളിൽ നിന്ന് അവരെന്താവുന്നു? മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, മറച്ചു വെക്കുന്നു. എന്നാൽ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർക്ക് എന്താക്കാൻ കഴിയില്ല? മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറയും. അപ്പൊ യസ്തഖ്ഫൂന വലാ യസ്തഖ്ഫൂന എന്നുള്ളതും അവിടെ ഒരേ ഒന്നും അതിന്റെ ഓപ്പോസിറ്റും ഒരേ ഇതിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തിബാഖ് എന്ന് പറഞ്ഞാൽ അൽ ജംഉ ബൈന ശൈഇ വദ്ദിഹി, ഒന്നും അതിന്റെ ഓപ്പോസിറ്റിനെയും ഒരുമിച്ച് കൂട്ടുക ഫിൽ കലാം, ഒരു കലാമിൽ തന്നെ. ഓക്കെ, ഒന്നും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ തന്നെ വരുന്നതിനാണ് എന്താ പറയാ? തിബാഖ് എന്ന് പറയാ. ഓക്കെ, തിബാഖ് രണ്ട് വിധമുണ്ട്, തിബാഖുൽ ഈജാബും തിബാഖ് സൽബും. തിബാഖ് ഈജാബും തിബാഖ് സൽബും ഉണ്ട്. തിബാഖ് ഈജാബ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തേത് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തേതും പോസിറ്റീവ്, ഒന്നാമത്തേത് നെഗറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തേത് നെഗറ്റീവ്. ഇങ്ങനെ വരുന്നതിനാണ് തിബാഖ് ഈജാബ് എന്ന് പറയാം. അല്ലാതെ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആവുമ്പോൾ സെൽബാവുന്നതല്ല കേട്ടോ. അങ്ങനെയല്ല, കൃത്യമായി മനസ്സിലാക്കണം. തിബാഖുൽ ഈജാബ് എന്ന് പറഞ്ഞാൽ വഹുവ മാ ഒന്നാണ്, ലം യഖ്തലിഫ് ഫീഹി ളിദ്ദാനി ഈജാബൻ വ സൽബൻ, അതിൽ പരസ്പരം ഓപ്പോസിറ്റ് ആയി വരുന്ന പദങ്ങൾ തമ്മിൽ എന്തില്ല? ഈജാബ് സൽബ് എന്നൊക്കെ വ്യത്യാസമില്ല. ഉദാഹരണം നോക്ക്, തഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ് അല്ലെ. അവിടെ ഐഖാൽ റുഖൂദ് എന്നുള്ളതൊക്കെ എന്താണ്? ഈജാബാണ്. ഒന്നുകിൽ രണ്ടും ഈജാബായിരിക്കും അല്ലെങ്കിൽ രണ്ടും സൽബായിരിക്കും. അതാണ് തിബാഖ് ഈജാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ രണ്ടും ഈജാബായിരിക്കും അല്ലെങ്കിൽ രണ്ടും സൽബായിരിക്കും. അതിനാണ് തിബാഖ് ഈജാബ് എന്ന് പറയുന്നത്. ഒന്ന് ഈജാബും മറ്റൊന്ന് സൽബും ആയി കഴിഞ്ഞാൽ അതിനെന്ത് പറയും? തിബാഖ് സൽബ് എന്ന് പറയും അല്ലെ. തിബാഖ് സൽബ് എന്ന് പറഞ്ഞാൽ വഹുവ മഖ്തലഫ ഫീഹി ളിദ്ദാനി, ളിദ്ദുകൾ തമ്മിൽ വ്യത്യാസത്തിലാവുക. ഈജാബൻ വ സൽബൻ, ഈജാബ് സൽബൻ എന്നുള്ളത്. ഉദാഹരണം നോക്ക്, യസ്തഖ്ഫൂന മിനൻ നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അപ്പൊ യസ്തഖ്ഫൂന എന്നുള്ളത് ഈജാബായിട്ട് ഉപയോഗിച്ചു, വലാ യസ്തഖ്ഫൂന എന്നുള്ളത് ഇവിടെ സൽബായിട്ട് ഉപയോഗിച്ചു. അപ്പൊ എന്താണ്? തിബാഖ് സലബ് എന്ന് പറയും. തിബാഖ് സലബ് എന്ന്. അപ്പൊ തിബാഖ് ഈജാബ് എന്ന് പറഞ്ഞാൽ രണ്ടും ആ ലിദ്ദായി വരുന്ന രണ്ട് പദങ്ങളും തമ്മിൽ എന്താക്കുക? ഒന്നുകിൽ രണ്ടും ഈജാബ് ആവുക അല്ലെങ്കിൽ രണ്ടും സൽബാവുക. അങ്ങനെയാണെങ്കിൽ അതിന് തിബാഖുൽ ഈജാബ് എന്ന് പറയും. തിബാഖുൽ ഈജാബ് എന്ന് പറയും. തിബാഖ് സൽബ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആവുക. അങ്ങനെ വന്നാൽ എന്തായി തീരും? തിബാഖ് സൽബ് എന്ന് പറയും. ഓക്കെ, രണ്ട് നെഗറ്റീവ് ആയാലും രണ്ടും പോസിറ്റീവ് ആയാലും തിബാഖ് ഈജാബാണ്. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയാലും തിബാഖ് സൽബാണ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് തിബാഖ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? ഈസി അല്ലേ? ഇവിടെ നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ വരിക എന്നുള്ളതാണ്. ഞാൻ മുഖാബല പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത്. ഒന്നും അതിന്റെ ഓപ്പോസിറ്റും ഒരു കലാമിൽ വരിക അല്ലേ. ഒന്നുകൂടി ഒന്നും അതിന്റെ ഓപ്പോസിറ്റ് രണ്ടോ അതിലധികമോ വരിക. രണ്ടോ അതിലധികമോ വരിക. ഇവിടെ ശ്രദ്ധിക്കണം, മുഖാബലയാകുമ്പോൾ വളരെ ബേസിക് ആയിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മിനിമം 2 ഉണ്ടാവണം. മിനിമം 2 ഉണ്ടാവണം, അതിൽ കൂടുതലും ആവാം. ഓക്കെ, ഒന്നായാൽ അത് തിബാഖലേ വരിക.
ഓക്കെ, യുത്താബിമാനയിനി രണ്ടെണ്ണത്തെ കൊണ്ടുവരണം, ഔ അക്സർ അല്ലെങ്കിൽ രണ്ടിലധികത്തെ. ثم يؤتى بما يقابل ذلك على الترتيب بما يقابل ذلك കേട്ടോ. പിന്നെ അതിന് ഓപ്പോസിറ്റ് ആയതിനെ അതിന്റെ തർത്തീബ് അനുസരിച്ച് കൊണ്ടുവരണം, അതിന്റെ തർത്തീബ് അനുസരിച്ച് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് മിനിമം രണ്ടെണ്ണം ഉണ്ടാവണം, ആ കൊണ്ടുവരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് തർത്തീബ് അനുസരിച്ചായിരിക്കണം. ഉദാഹരണം നോക്കാം നമുക്ക്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ കുറിച്ച് പറയാണ്, ഇന്നകും ലതക്സിറൂന ഇൻദൽ ഫസഅ വതഖില്ലൂന ഇൻദൽ തമഅ. അല്ലേ, എല്ലാവരും ഭയപ്പെട്ട് മാറി നിൽക്കുന്ന യുദ്ധവേളയിൽ നിങ്ങൾ എന്താവും, വർദ്ധിതാവേശത്തോടു കൂടി വരും. ഇൻദൽ ഫസഅ, ഇന്നകും ലതക്സിറൂന ഇൻദൽ ഫസഅ, അപ്പൊ തക്സിറൂന ഫസഅ വതഖില്ലൂന ഇൻദൽ തമഅ. എന്നിട്ടോ സമരാർജിത സമ്പത്ത് വിഹിതിക്കുമ്പോ എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്ന സമയമാണ്, അപ്പൊ നിങ്ങൾ എന്താവും, അതിൽ പിന്നാക്കം നിൽക്കുകയും ചെയ്യും എന്നാണ് പറയുക. അപ്പൊ തക്സിറൂന അതിന്റെ നേരെ ഓപ്പോസിറ്റ് തഖില്ലൂന കൊണ്ടുവന്നു, ഫസഅ തമഅ. അപ്പൊ യുത്താബിമാനയിനി രണ്ട് ഔ അക്സർ അല്ലെങ്കിൽ അതിലധികം. ഇവിടെ രണ്ടെണ്ണം കൊണ്ടുവന്നു, മിനിമം രണ്ടെണ്ണം ഉണ്ടായിരിക്കണം മുക്കാബലയിൽ മിനിമം രണ്ടെണ്ണം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മുക്കാബല എന്തായാലും ഇപ്പൊ എന്തായിരിക്കും, ജുംലയിലായിരിക്കും വരിക എന്ന് പറയാൻ, അല്ലെ, വലിയൊരു ജുംലയിലായിരിക്കും വരിക എന്ന് പറയാം. ഓക്കെ, ഇന്നകും ലതക്സിറൂന ഇൻദൽ ഫസഅ വതഖില്ലൂന ഇൻദൽ തമഅ. രണ്ടോ അതിലധികമോ കാര്യങ്ങൾ കൊണ്ടുവരിക, എന്നിട്ട് അതിനോട് ഓപ്പോസിറ്റ് ഉള്ളതിനെ കൊണ്ടുവരിക. അപ്പൊ തക്സിറൂന എന്നുള്ളതും ഫസഅ എന്നുള്ളതിനെ കൊണ്ടുവന്നു, എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയ തഖില്ലൂനയും തമഅനെ കൊണ്ടുവന്നു. അല്ല തർത്തീബ്, അതിന്റെ തർത്തീബ് അനുസരിച്ചാവണം, അല്ലെ. ആദ്യം തക്സിറൂന വന്നു, അതുകൊണ്ട് തഖില്ലൂന വന്നു, ഫസഅ വന്നു, തമഅ വന്നു. ഓക്കെ അല്ലേ. ഒരു ഉദാഹരണം നോക്കാം. ഖാലിദ് ഇബ്നു സഫ്വാൻ അദ്ദേഹം യസിഫ് റജുലൻ, ഒരു മനുഷ്യനെ വർണ്ണിച്ച് പറയുകയാണ്, ലൈസ ലഹു സ്വദീഖുൻ ഫിസ്സിരി വലാ അദുവ്വു ഫിൽ അലാനിയ. ലൈസ ലഹു അദ്ദേഹത്തിനില്ല, സ്വദീഖുൻ ഒരു കൂട്ടുകാരനില്ല, ഫിസ്സിരി രഹസ്യത്തിൽ, വല അദുവ്വൻ ഒരു ശത്രുവുമില്ല, ഫിൽ അലാനിയ പരസ്യമായിട്ട്. അപ്പൊ സ്വദീഖ് അദുവ്വ്, സ്വദീഖ് അദുവ്വ്, സിർ അലാനിയ. യുത്താബിമാനയിനി രണ്ടോ ഔ അക്സർ അതിൽ അധികമോ കൊണ്ടുവന്നു, രണ്ടെണ്ണം കൊണ്ടുവന്നു. സുമ്മ ബിമാ യുഖാബിലു ദാലിക അലാ തർത്തീബ്, പിന്നെ അതിന് ഓപ്പോസിറ്റ് ആവുന്നതിന് അതിന്റെ ക്രമത്തിനനുസരിച്ച്. അപ്പൊ സ്വദീഖ് അദുവ്വ് സിർ അലാനിയ. ഓക്കെ, ഇതാണ് മുഖാബല എന്ന് പറയുന്നത്, ഇതാണ് മുഖാബല എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൊണ്ട് നോക്കുക. ഖാല ബഅദുൽ ഖുലഫ, ചില ഖുലഫകൾ പറയാണ്, മൻ ഒരുത്തൻ അഖഅതുഹു നികായത്തുൽ ഇആമി അഖാമതുഹു ഇആനത്തുൽ ഇക്റാം. മൻ ഒരുത്തൻ അഖഅതുഹു അവനെ ഇരുത്തിക്കളഞ്ഞു, ഇല്ലാതാക്കി കളഞ്ഞു, നികായത്തുൽ ഇആമി ആക്ഷേപകരുടെ ഈ ആക്ഷേപങ്ങൾ, എന്നാൽ അഖാമത്തുഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഇആനത്തുൽ ഇക്റാം ഔദാര്യമാരുടെ സഹായങ്ങൾ എന്നല്ല. അപ്പൊ അഖഅദ അഖാമ, നികായത്ത് ഇആനത്ത്, ലിആമ് കിറാം. അപ്പൊ ഔ അക്സറ എന്ന് പറഞ്ഞു നമ്മൾ യുത്താബിമാനയിനി ഔ അക്സറ എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ഓക്കെ, അഖഅദ അഖാമ, നികായത്ത് ഇആനത്ത്, ലിആമ് കിറാം എന്നുള്ളത്. അപ്പൊ മൻ ഒരുത്തൻ അഖഅതുഹു അവനെ ഇല്ലാതാക്കി കളഞ്ഞു, ഇരുത്തിക്കളഞ്ഞു, നികായത്തിൽ ആക്ഷേപങ്ങൾ, പിന്നെ അല്ലിആമി ആക്ഷേപിക്കുന്നവരിൽ, അഖാമത്തുഹു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ഇആനത്തുൽ കിറാം ഔദാര്യവന്മാരുടെ സഹായങ്ങൾ എന്ന്. അപ്പൊ മുഖാബല എന്ന് പറയുന്നത് മിനിമം രണ്ടെണ്ണം ഉണ്ടായിരിക്കണം, തിബാക്കിൽ ഒന്നുണ്ടാകും. തിബാഖ് എന്ന് പറഞ്ഞാൽ അൽ ജംഉ ബൈന ശൈഇ വളിദ്ദിഹി എന്നുള്ളതാണ്. ബൈന ശൈഇ എന്ന് പറഞ്ഞാൽ ശൈഇനി അല്ല. തിബാഖ് എന്ന് പറഞ്ഞാൽ അൽ ജംഉ ബൈന ശൈഇ വളിദ്ദിഹി ഫിൽ കലാം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മുഖാബലയിൽ എന്താണ്, യുഅ്താ ബിമഅനൈനി ഔ അക്സറ സുമ്മ ബിമാ യുഖാബിലു ദാലിക അല തർതീബ് എന്നുള്ളതാണ്. ഓക്കെ, ഞാനിത് നിരന്തരം ആവർത്തിച്ച് പറയുന്നത് പലരും തെറ്റിച്ച വിഷയമായതുകൊണ്ടാണ് കേട്ടോ. ഇനി അബ്ദുൽ മലിക് ബിൻ മർവാൻ പറയുന്നു നോക്ക്, മാ ഹമിത്തു നഫ്സി അലാ മഹ്ബൂബിൻ ഇബ്തദഅതുഹു ബിഅജ്ലിൻ വലാ ലം തുഹ അലാ മക്റൂഹിൻ ഇബ്തദഅതുഹു ബിഹസ്മിൻ. മാ ഹമിത്തു നഫ്സി, ഞാൻ എന്നെ എന്തായിട്ടില്ല, ഹംദ് ചെയ്തിട്ടില്ല സ്വന്തത്തെ, അലാ മഹ്ബൂബിൻ ഒരു ഇഷ്ടപ്പെട്ട കാര്യത്തിന് മേൽ, ഇബ്തദഅതുഹു ബിഅജ്ലിൻ വളരെ ദുർബലമായ രീതിയിൽ ഞാൻ തുടക്കം കുറിച്ചതെങ്കിൽ. അപ്പൊ ചില യുദ്ധവിജയങ്ങൾ വളരെ ദൗർബല്യമായി തുടങ്ങി നേടിയെടുത്ത യുദ്ധവിജയങ്ങൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് എനിക്ക് തോന്നാറില്ല എന്നാണ് പറയുന്നത്. വലാ ലം തുഹ, എന്നാൽ അതിനെ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, അലാ മക്റൂഹിൻ ഒരു വെറുക്കപ്പെട്ട കാര്യത്തിന്റെ മേൽ, ഒരു പരാജയത്തിന്റെ മേൽ. ഓക്കെ, അവിടെ മക്രൂഹ് എന്ന് പറഞ്ഞാൽ അവിടെ പരാജയം നടത്തുന്നത് കേട്ടോ. ഇബ്തദഅതുഹു ബിഹസ്മിൻ, ഹസ്മ് എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനത്തോടു കൂടി ആർജവത്തോട് തുടങ്ങിയതാണ്, പക്ഷെ അവിടെ പരാജയപ്പെട്ടു പോയിരുന്നു. അതിൽ ഞാൻ എന്തായിട്ടില്ല, എന്റെ നഫ്സിനെ ആക്ഷേപിച്ചിട്ടില്ല, എന്നാൽ ഒന്നും അല്ലാതെ തുടങ്ങി വിജയിച്ചതിന്റെ പേരിൽ എന്റെ നഫ്സിനെ പുകഴ്ത്തിയിട്ടുമില്ല എന്ന് പറയുന്നു. അപ്പൊ മാ ഹമിത്തു വലാ ലുംതു, മഹ്ബൂബ് മക്രൂഹ്, അജിദ് ഹസ്മ്. ഓക്കെ, അപ്പൊ രണ്ടിലധികം യുഅ്താ ബിമഅനൈനി ഔ അക്സറ എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണമാണ്. ഓക്കെ, മാ ഹമിത്തു വലാ ലുംതു, മക്രൂഹ് മഹ്ബൂബ്, ഹസ്മ് അജിദ് ഹസ്മ് എന്നിങ്ങനെ മൂന്നെണ്ണം കാണാൻ പറ്റും. ഇവിടെ കുറെ ഉദാഹരണങ്ങൾ, ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് മുഖാബല എന്ന് പറയുന്നത്. യുഅ്താ ബിമഅനൈനി ഔ അക്സറ സുമ്മ യുഅ്താ ബിമാ യുഖാബിലു ദാലിക
അല തർത്തീബ്. അതാണ് മുഖാബല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഇത് അധികം എക്സാമിന് വരുന്നതാണ്, പലരും തെറ്റിച്ചിട്ടുള്ളതാണ്. ഇനി ഹുസ്നു തഅലീൽ ആണ് നമ്മൾ പറയുന്നത്. ഹുസ്നു തഅലീൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം സംഭവിക്കാൻ ഒരു കാരണം ഉണ്ടാവും. യുസ്റു ഉസ്റു എന്ന് പറഞ്ഞില്ലേ, അവിടെ എന്താ? ഓക്കെ, യുരീദു ബിക്കുമുല്ലാഹുൽ യുസ്റ. അപ്പൊ യുരീദു എന്നുള്ളത് പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലാ യുരീദു പറഞ്ഞു. യുസ്റു പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉസ്റു പറഞ്ഞു. ഓക്കെ അല്ലേ? നമ്മൾ ഹുസ്നു തഅലീലാണ് പറയുക. ഹുസ്നു തഅലീൽ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം സംഭവിക്കാൻ ഒരു കാരണം ഉണ്ടാവും, പക്ഷെ ആ കാരണത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു കാരണം പറയാം. ഇപ്പൊ നമ്മൾ തോറ്റിയാൽ നമ്മൾ തോൽവി അംഗീകരിക്കും. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറയും, വേറെ എന്തെങ്കിലുമൊക്കെ കാരണം പറയും, അല്ലേ? നമ്മളെ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഹുസ്നു തഅലീൽ എന്ന് പറയുന്നത്. അത് സാഹിത്യത്തിൽ മാത്രം പ്രയോഗിക്കുന്നില്ല, സ്വന്തം ജീവിതത്തിലുടനീളം നമ്മൾ എന്താണ് കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. തോറ്റ് കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കൂല. നമ്മളെ തെറ്റ് പറ്റി, തോൽവി സംഭവിച്ചു, അല്ലെങ്കിൽ വീഴ്ച പറ്റി അംഗീകരിച്ചു കൊടുക്കൂല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കൂലേ, അതന്നെയാണ് ഹുസ്നു തഅലീൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അബുൽ മാരി പറയാണ്, മഖിൽഫത്തുൽ ബദ്രിൽ മുനീരി ഖദീമത്തുൻ വലാകിന്നഹാ ഫി വജ്ഹി അസറുൽ ലത്തം. ഓക്കെ, മഖിൽഫത്തുൽ ബദ്രിൽ മുനീരി ഖദീമത്തുൻ. ഈ ചന്ദ്രന് സംഭവിക്കുന്ന, പൂർണ്ണചന്ദ്രന് സംഭവിക്കുന്ന ഇതുണ്ടല്ലോ, 14 രാവ് കഴിഞ്ഞ് അതിങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ എന്താവും, അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി ചെറുതായി വരും. അതിന് വരുന്ന ആ പ്രയാസം, കുൽഫത്ത് എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതല്ല, മറിച്ച് എന്താണ് അവരുടെ നഷ്ടത്താൽ റസായി ചെയ്ത പഠനമാണ്. അസറുൽ ലക്ഷ്മി എന്ന് പറയാം. അതിന്റെ കാരണമായിട്ടാണ്, അതായത് ചന്ദ്രൻ അതിന്റെ ചക്രികമായ പ്രവാഹത്തിന്റെ ഫലമായി ചെറുതായി പോയതല്ല, മറിച്ച് ഈ മരണപ്പെട്ട ആളുടെ നഷ്ടവേദനയാൽ എന്തായതാണ്, ദുഃഖിച്ചില്ല, അതിന് സംഭവിച്ചു പോയതാണ് എന്ന് പറയാം. അപ്പൊ യഥാർത്ഥ കാരണത്തെ മറിച്ചു പിടിച്ച് മറ്റൊരു കാരണത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. യുക്കിറൽ അദീബു, സാഹിത്യകാരൻ നിഷേധിക്കലാണ്, സുറാഹത്തൻ വ്യക്തമായി, ഔ ലിംനൻ അല്ലെങ്കിൽ ഗോപ്യമായിട്ട്, ഇല്ലത്ത ഷൈഇൽ മഅറൂഫ അറിയപ്പെട്ട ഒരു കാര്യത്തിന്റെ കാരണം, എന്നിട്ട് അവ കൊണ്ടുവരിക, ഇല്ലത്തിൻ അദബിയത്തിൻ തരീഫത്തിൻ വളരെ സാഹിത്യപരമായ ഒരു കാരണത്തെ കൊണ്ടുവരിക, തുനാസിബു അത് യോജിക്കും, അൽ ഗർളല്ലദി യുഖ്സദു ഇലൈഹി ഏത് ലക്ഷ്യത്തിനാണോ വേണ്ടി പറഞ്ഞത് ആ പറഞ്ഞ ലക്ഷ്യത്തോട് ചേർന്ന് വരുന്നതായിരിക്കും. അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അവരുടെ മരണത്തിൽ എന്തായിട്ടുണ്ട്, ചന്ദ്രൻ പോലും ദുഃഖം പേറുന്നുണ്ട് എന്നാണ് ആര് പറയാൻ ആഗ്രഹിക്കുന്നത്? അബുൽ മാരി പറയാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ സന്ദർഭത്തോട് യോജിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ചന്ദ്രൻ ചുരുങ്ങി ചെറുതാവാനുള്ള അതിന്റെ ശാസ്ത്രീയമായ കാരണങ്ങളെ അദ്ദേഹം മറച്ചു പിടിച്ചിട്ട് ഈ മരണമാണ് അതിനെന്താക്കിയത്, അതിന്റെ കാരണമായിട്ടാണ് ചന്ദ്രൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് കാര്യം പറയുന്നു. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്ക്. ഈജിപ്തിൽ മഴ കുറഞ്ഞപ്പോ അതിന്റെ കാരണം പറയാണ് കവി. മാ ഖസ്വറൽ ഗൈസു അൻ മിസ്ര വതുർബതിഹാ തബഅൻ വലാകിൻ തഅദ്ദാകും മിനൽ ഖജ്ൽ. മാ ഖസ്വറൽ ഗൈസു മഴ കുറഞ്ഞിട്ടില്ല, അൻ മിസ്ര ഈജിപ്തിൽ, വതുർബതി അതിന്റെ മണ്ണിൽ, തബഅൻ ആ പ്രകൃതിയാലുള്ള ഒരു കാരണമായിട്ട് കുറഞ്ഞതല്ല മഴ, വലാകിനെങ്കിലും തഅദ്ദാകും മിനൽ ഖജ്ൽ മഴക്ക് പോലും നാണമായി തീർന്നു, അല്ലെ? കരകവിഞ്ഞൊഴുകുന്ന നൈൽ നദിയുള്ള ഈജിപ്തിൽ ഞാൻ പോയിട്ട് പെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് മഴക്ക് പോലും തോന്നിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പൊ മഴക്ക് നാണമായി, അതുകൊണ്ടാണ് മഴ പെയ്യാത്തത് എന്ന് പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്, പ്രകൃതിപരമായി സംഭവിച്ച മാറ്റങ്ങളുടെ ഫലമായി ഈജിപ്തിൽ മഴ കുറഞ്ഞപ്പോ ആ കാര്യകാരണത്തെ മറച്ചു പിടിച്ച് മറ്റൊരു കാര്യം അവിടെ അവതരിപ്പിക്കുന്നു. അതെന്താണ്, സന്ദർഭത്തോട് യോജിക്കുന്നതുമാണ്, അല്ലെ? ഈജിപ്തിൽ മഴ കുറഞ്ഞിട്ടില്ല ത്വബഅൻ പ്രകൃതിപരമായ ചില കാരണങ്ങളാൽ, വലാകിൻ മറിച്ച് തഅദ്ദാകും മിനൽ ഖജ്ൽ അതിനെ പോലും മഴക്ക് പോലും എന്തായി, നാണമായി. കാരണം നൈൽ നദി ഒഴുകുന്ന ഈജിപ്തിൽ ഞാൻ പോയി പെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവാന്ന് മഴക്ക് തോന്നിയപ്പോൾ മഴ പെയ്യാതിരുന്നതാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? അയ്യുക്കിറൽ അദീബു അദീബ് നിഷേധിക്കലാണ്, സ്വറാഹത്തൻ വ്യക്തമായിട്ട്, ഔ ലിംന അല്ലെങ്കിൽ ഗോപ്യമായിട്ട്, ഇല്ലത്ത ഷൈഇൽ മഅറൂഫ് അറിയപ്പെട്ട ഒരു കാരണത്തെ, എന്നിട്ട് അവ ഇല്ലത്തിൻ അദബിയത്തിൻ തരീഫത്തിൻ വളരെ സാഹിത്യപരമായിട്ടുള്ള ഒരു കാരണത്തെ അവിടെ കൊണ്ടുവരും. അതെന്തായിരിക്കും? തുനാസിബിൽ ഗർളല്ലദി യുഖ്സിദു ഇലൈഹി ഏത് ലക്ഷ്യമാണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തോട് യോജിക്കുന്നതുമാവണം. വെറുതെ എന്തെങ്കിലും കൊണ്ടുവരാൻ പാടില്ല, അല്ലെ? നമ്മളിപ്പോ തോറ്റു കഴിഞ്ഞാലും വെറുതെ എന്തെങ്കിലും കാരണം പറയില്ലല്ലോ, അതിനെ ന്യായീകരിക്കത്തക്ക രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ടാവും, അതായിരിക്കും പറയാം. അതുമായിട്ട് എങ്ങനെയെങ്കിലും കണക്ട് ആയിട്ടുള്ള കാര്യമല്ലേ പറയുള്ളൂ, അല്ലാതെ ഒരു ബന്ധമില്ലാതെ പുലബന്ധമില്ലാതെ കാരണം പറയില്ലല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, തുനാസിബു അൽ ഗർളല്ലദി യുഖ്സദു ഇലൈഹി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഹുസ്നു തഅലീൽ എന്നുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഞായറാഴ്ചയാണ് കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഇതൊന്നും പറയാതെ ലളിതമായി തീർത്തത് കേട്ടോ.
شكرا لحسن استماعكم. بارك الله لكم. جزاكم الله خيرا. أحسن الجزاء. السلام عليكم ورحمة الله وبركاته.